ഹലോ മക്കളെ, അപ്പം ഇന്ന് നമ്മൾ ഒരു മാരത്തോൺ സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ബയോളജിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ലൈവ് പോയിരുന്നു. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസ് അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ലൈവ് സെക്ഷൻ പോയിരുന്നു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന ഒരു മാരത്തോൺ സെക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിൻ്റെ ഒരു ബേസിക് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചൊരു കൊളാഷ് പോലത്തെ സാധനമാണ്. അതായത് 6 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സസിനാണ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റും CBSEക്കും ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ അല്ലേ. അതായത് ആനുവൽ, അതായത് പെർ ഇയറിന് ഓരോ ക്ലാസ്സസിനും വരുന്ന ഫീസ് സ്ട്രക്ചേഴ്സാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ മാരത്തോൺ സെക്ഷൻ പാർട്ട് 1. ഓക്കെ, ബയോളജി ടെക്സ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാർട്ട് 1 എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹെറിഡിറ്റി. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ പാത്ത് ഓഫ് എവല്യൂഷൻ. പിന്നെ ബിഹൈൻഡ് സെൻസേഷൻ അല്ലേ. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് പാർട്ട് 1 എന്ന് പറയുന്ന ബയോളജി ടെക്സ്റ്റിലുള്ളത്. അതിൽ സെക്കൻഡ് ചാപ്റ്റർ പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത്. അതിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സും ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. അതെന്തുകൊണ്ട് വന്നു, അതിൻ്റെ റീസൺസ് എന്താണ്. ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സും അതിൻ്റെ കുറച്ച് ഫിഗേഴ്സും എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അതിൻ്റെ റീസൺസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും അമല മിസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം മിസ് ഇന്ന് എടുക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരും പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കടാ. ഇതിൽ എന്താണ് ഫസ്റ്റ് തന്നെ ചാപ്റ്ററിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, പാത്ത് ഓഫ് എവല്യൂഷൻ. ഓക്കെ, ഈ പിക്ചറിൽ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ എവല്യൂഷൻ. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് എങ്ങനെ നമുക്കറിയാം. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് മങ്കീസ് എന്ന് പറയുന്ന ആനിമൽ ഗ്രൂപ്പിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഗ്രൂപ്പാണ് എന്ത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ലോ. ഓക്കെ, ഒരു തിയറിയുടെ ബേസിസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which theory of evolution is related to the following illustration? ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ജിറാഫ് അല്ലേ. ഫസ്റ്റ് പിക്ചറിൽ ഒരു ജിറാഫ് ഉണ്ട്. അതിന് അതിൻ്റെ ആദ്യ സമയങ്ങളിൽ ടെറസ്ട്രിയൽ, അതായത് ലാൻഡ് ഏരിയയിൽ പ്ലാന്റ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്ക് ശ്രദ്ധിച്ചേ. നെക്ക് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള നെക്കായിരുന്നു. പിന്നീട് ഈ ടെറസ്ട്രിയൽ റീജിയണിൽ, അതായത് ലാൻഡ് ഏരിയയിൽ പ്ലാന്റ്സ് അവൈലബിൾ ആകാതെ പോയി. അതായത് പ്ലാന്റ്സിന് സ്കേഴ്സിറ്റി വന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാതെ വരും. ഓക്കെ, സോ അവരെന്ത് ചെയ്യും, ട്രീസ് അല്ലേ, കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്തുള്ള ലീവ്സ്, അപ്പോൾ ട്രീസിലായിരിക്കും ആ ഒരു ലീവ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ട്രീസിലുള്ള ലീവ്സിനെ
കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ചെയ്ത് ഇവരുടെ നെക്ക് കണ്ടോ, ഇവരുടെ നെക്കിന് എന്താ കുറച്ചുകൂടെ ലോങ് നെക്കായി മാറി. ഓക്കെ, ഈ ഒരു പ്രിമിറ്റീവ് ജിറാഫ് അല്ലേ, ആദ്യത്തെ ആ ഒരു പിക്ചറിലുള്ള ജിറാഫിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെന്താണ്, ഈ പിക്ചറിൽ എന്താണ്, ഷോർട്ട് നെക്കാ അല്ലേ, ഇവിടെ ഷോർട്ട് നെക്കും ഇതിൻ്റെ ഇവല്യൂഷൻ ഇത് ഇവോൾവ് ചെയ്ത് വന്നപ്പം ലോങ് നെക്കുമായി മാറി. ഓക്കെ, സോ ഈ ഒരു പിക്ചർ ഒരു തിയറി, ഓക്കെ, ഇതിൻ്റെ ബേസിസിൽ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏത് തിയറിയാന്ന് പറയാവോ? നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു തിയറിയാ. ഓക്കെ, ഉത്തരം പറയുന്നുണ്ട്. ഓപ്ഷൻ 2, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഈ ഒരു തിയറിയാണ് നമ്മൾ ഈ ഒരു ജിറാഫിന്റെ ലോങ് നെക്ക് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്ന ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ ഒരു തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. ഈ ഒരു തിയറി ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും പറയും അല്ലേ, വേറൊരു നെയിമും കൂടെ ഉണ്ട് ആ ഒരു തിയറിക്ക്. എന്താ, ലമാർക്കിസം എന്ന് നമ്മൾ പറയും അല്ലേ. അത് ആ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ലമാർക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു തിയറിനെ ലമാർക്കിസം എന്നും കൂടെ ഈ ഒരു തിയറിയെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഹിൻഡ, കുറച്ച് ഡിസ്ക്രിപ്ഷൻ, ഒരു പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുകയാണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷന്റെ ബേസിസിലാണ് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The beaks of finches that eat medium-sized seeds are different from those of birds that eat large seeds or insects. Beaks are the primary means for obtaining food. Finches with beaks that are suitable in size or shape according to the availability of food sources in the environment will survive better and produce more offspring. Okay, അപ്പം ബേർഡ്സിൻ്റെ ഫിഞ്ചസ്, ഓക്കെ, ബേർഡ്സിൻ്റെ ബീക്സിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മൾ ബേർഡ്സിൻ്റെ ബീക്ക് സൈസ്, ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സയൻറ്റിസ്റ്റ് ആണ്, അദ്ദേഹമാണ് ഇങ്ങനെ ബീക്സ്, അതായത് ബേർഡ്സിൻ്റെ ബീക്സിൻ്റെ സൈസിലും ഷേപ്പിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ ബേസിസിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ഏത് തിയറിയാണെന്നറിയാവോ? കമന്റ് ചെയ്തേ, ഏതാ തിയറിന്ന്? ഓക്കെ, അതായത് എന്താണ്? നാച്ചുറൽ സെലക്ഷൻ അല്ലേ, നമ്മൾ ഡാർവിനിസം എന്ന് പറയും അല്ലേ. ഡാർവിനാണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചത്. ഓക്കെ, ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഏത് ഈ ഒരു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡാർവിനിസം എന്നും ഈ ഒരു തിയറിനെ പറയും. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡാർവിൻ, ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താണ് HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിൽ എന്താ ഗാലപ്പാഗോസ് ഐലൻഡ് വിസിറ്റ് ചെയ്തു. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ ഒബ്സർവ് ചെയ്തു. അതിൻ്റെ ബീക്സിൻ്റെ ഷേപ്പിലും സൈസസിലും ഒക്കെ ഡിഫറൻസ് വന്നു, എന്നാലും അവർ കുറച്ചുകൂടെയൊക്കെ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്, അതായത് ബീക്സിൻ്റെ ഷേപ്സിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? ഓക്കെ, അപ്പം വീണ്ടും ഏത് തിയറി തന്നെ വന്നു? നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, അപ്പം നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി എന്താണ്? ഡാർവിനിസം എന്നും നമ്മൾ ഈ ഒരു തിയറിനെ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 5 ഘട്ടങ്ങളായിട്ട് അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മളൊരു ടേം കൊണ്ട് പറയും, ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയും അല്ലേ. ഓവർ പ്രൊഡക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് പറയുമ്പോഴത്തേക്കും എന്താണ്? വേരിയേഷൻസ്. അപ്പോൾ കുറേ ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി, അതിൽ ഓരോരുത്തരിലും ഓരോ വേരിയേഷൻസ്, ഓരോ ഡിഫറൻസസ് കാണാൻ
സാധിക്കും. അതിനെ നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഓവർ പ്രൊഡക്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് വേരിയേഷൻ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ. തേർഡ് സ്റ്റെപ്പ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, പിന്നെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ. അതായത് ഓവർ പ്രൊഡക്ഷൻ, കുറേ ഓഫ് സ്പ്രിങ്സ് ഉണ്ടായി, അതിൽ വേരിയേഷൻസ് ഉണ്ടായി, പിന്നെ എന്താ പറയുന്നത് അതിൽ എന്താ ഫിറ്റസ്റ്റ് ഏതാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായി, പിന്നെന്താ നേച്ചർ അതിൽ ഏറ്റവും ഫേവറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഗ്രൂപ്പ് ഏതാണ്, ഏത് ഓഫ് സ്പ്രിങ്സ് ആണ് ഫേവറബിൾ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്, ആ ഗ്രൂപ്പിനെ നേച്ചർ സെലക്ട് ചെയ്യും. ഓക്കെ, അതാണ് എന്ത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 5 സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരുന്നു? ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ വേരിയേഷൻസ് വരും, പിന്നെ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ്, ദെൻ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതോ ഒരെണ്ണം ഏതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തതാ. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട് റിലേറ്റഡ് ടു ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, നോക്കിയേ ഓവർ പ്രൊഡക്ഷൻ, ഇത് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓവർ പ്രൊഡക്ഷൻ ഡാർവിനിസം നാച്ചുറൽ സെലക്ഷൻ തിയറിയിൽ ഉള്ളതാണ്. ദെൻ അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ലാമാർക്കിസത്തിൽ വരുന്നതാ. ഓക്കെ, ലാമാർക്കിസം എന്ന് പറയുന്ന തിയറിയിലാണ് എന്ത് അക്വയർഡ് ക്യാരക്ടേഴ്സ് വരുന്നത്, നോട്ട് ഇൻ ദി ഡാർവിനിസം. ഓക്കെ, ബാക്കിയുള്ളതോ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ദെൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇതെല്ലാം എന്താണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ആൻസർ ഏതാണ്? അക്വയർഡ് ക്യാരക്ടേഴ്സ്. അതാണ് എന്ത് ഡാർവിനിസത്തിൽ ഇൻക്ലൂഡഡ് ആവാത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then next question. Okay, next question നോക്കാം. Analyze the statements A and B and choose the correct one from the options given below. Okay, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? Environment causes variations among organisms, and the B statement nature selects the favorable variations among organisms. Okay, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് തിയറിയാണ് ഈ ഒരു സെന്റൻസ് സൂചിപ്പിക്കുന്നത്? അതാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻവയോൺമെന്റ് കോസസ് വേരിയേഷൻസ് എമംഗ് ഓർഗാനിസം. ഇത് ഏത് തിയറിയായിട്ട് ബന്ധപ്പെട്ടതാ? അതായത് എൻവയോൺമെന്റ് ആണ് ഓർഗാനിസത്തിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് എന്ന് ഏത് തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്? ലമാർക്കിസം ആണോ ഡാർവിനിസം ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അതായത് എന്താണ് എൻവയോൺമെന്റ് ആണ് ഒരു ഓർഗാനിസത്തിലെ വേരിയേഷൻസ് കോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ലമാർക്കിസം ആണ് അല്ലേ. ലമാർക്കിസം ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിറാഫിന്റെ ലോങ് നെക്ക് അല്ലേ, എൻവയോൺമെന്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി. അതായത് എന്താണ് ആ ഒരു ജിറാഫിന് ഷോർട്ട് നെക്കഡ് ആയിട്ടുള്ള ജിറാഫിന് ഫുഡ് കിട്ടാതെ വന്നു, ഫുഡിന് സ്കേഴ്സിറ്റി വന്നപ്പോൾ അതെന്ത് ചെയ്തു? എൻവയോൺമെന്റിൽ ഉണ്ടായ ഒരു ചേഞ്ച് അത് അല്ലേ. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് പുതിയൊരു ക്യാരക്ടർ അവരിൽ ഉണ്ടായത്, അതായത് ലോങ് നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എൻവയോൺമെന്റ് ആണ് ആ ഒരു ഓർഗാനിസത്തിൽ ആ ഒരു വേരിയേഷൻ ഉണ്ടാക്കിയത്, ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഏതാണ്? ലമാർക്കിസം ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. നേച്ചർ സെലക്ട്സ് ദ ഫേവറബിൾ വേരിയേഷൻസ് എമംഗ് ഓർഗാനിസം. ഓക്കെ, നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞ പോയിന്റ് അല്ലേ, ഡാർവിനിസത്തിൽ പറഞ്ഞ പോയിന്റാ. അതായത് ഡാർവിനിസത്തിൽ പറയുന്നത് എന്താണ്? കുറെ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇതിൽ കുറച്ച് വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേരിയേഷൻസ് രണ്ട് ടൈപ്പിലുണ്ടാവാം, ഫേവറബിൾ വേരിയേഷൻസും ഉണ്ടാവാം, നോൺ ഫേവറബിൾ വേരിയേഷൻസും ഉണ്ടാവാം. അതിൽ ഫേവറബിൾ വേരിയേഷൻസ് ഏത് ഓഫ്സ്പ്രിങ്സ്, ഏത് ഗ്രൂപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്സിനാണുള്ളത് അവരെ നേച്ചർ സെലക്ട് ചെയ്യും. അൺഫേവറബിൾ വേരിയേഷൻസ് വന്നിരിക്കുന്ന ഓഫ്സ്പ്രിങ്സ് ഏതാണ് അതിനെ നേച്ചർ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് എന്ത് സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി പറയുന്നത് അതാണ്. ഫേവറബിൾ വേരിയേഷൻസ് ഏത് ഗ്രൂപ്പിനാണുള്ളത് അതിനെ നേച്ചർ സെലക്ട് ചെയ്യും, അൺഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരെ എലിമിനേറ്റ് ചെയ്യും.
ഓക്കെ, അപ്പം ഇത് ഏത് തിയറിയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? അതായത് ഡാർവിനിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് എ ലമാർക്കിസം ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബി ഡാർവിനിസം. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കടാ, വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു ലമാർക്സ് തിയറി? ഓക്കെ, അപ്പം ലമാർക്കിസം എന്ന് പറയുന്ന ഒരു തിയറിയുടെ ബേസിസിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡാർവിനിസം ലമാർക്കിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വന്നു? അപ്പോൾ ആ രണ്ട് പോർഷൻസ് ലമാർക്കിസം അതുപോലെ തന്നെ ഡാർവിനിസം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് which one is related to Lamarck's theory? ഓക്കെ, ലമാർക്കിസം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ഇതിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് വൈസ് നോക്കാം. വേരിയേഷൻസ്. ഓക്കെ, വേരിയേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡാർവിനിസത്തിലെ ഒരു സ്റ്റെപ്പായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഡാർവിനിസം. ഓക്കെ, ഡാർവിനിസം നമുക്ക് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഓവർ പ്രൊഡക്ഷൻ. ഓക്കെ, ഇത് ഡാർവിനിസത്തിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ, ഓവർ പ്രൊഡക്ഷൻ, പിന്നീട് വേരിയേഷൻസ് അല്ലേ. അപ്പം ഇതും എന്താണ് ഡാർവിനിസത്തിൽ വരുന്നതാ. ദെൻ നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഡാർവിനിസം എന്ന് പറയുന്ന ഒരു തിയറി എടുത്താൽ അതിൽ 5 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ. നേച്ചർ എന്ത് ചെയ്യുന്ന ഫേവറബിൾ ക്യാരക്ടേഴ്സ് ഉള്ളതിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതും എന്താണ് ഡാർവിനിസത്തിൽ വരുന്നതാ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, അതായത് എക്വേർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, എക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ലമാർക്കിസം. ഓക്കെ അല്ലേ, ലമാർക്കിസം എന്ന് പറയുന്ന തിയറി പറയുന്നത് തന്നെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വേർഡ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. Analyze the following statement and reason and choose the correct answer. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് ഏതാണ് അങ്ങനെ നോക്കി നമ്മൾ ഇതിനെ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ക്രിറ്റിസിസം. ഓക്കെ, ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഡാർവിന്റെ തിയറി, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഡാർവിന്റെ തിയറി എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഡാർവിന്റെ തിയറിക്ക് എതിരായിട്ട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ട്രൂ ആയത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആ. അടുത്ത നോക്കിയേ, റീസൺ. ചാൾസ് ഡാർവിൻ വാസ് അവെയർ ഓഫ് ദ ജനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഹെറിഡിറ്റി. ഓക്കെ, ഈ ഒരു റീസണിൽ അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൾസ് ഡാർവിന് അദ്ദേഹം എന്താണ് വേരിയേഷൻ എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ തിയറിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഈ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അദ്ദേഹം വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞു. പക്ഷേ ഈ വേരിയേഷൻസിന്റെ ബേസിസ് എന്താണ്, എവിടെയാണ് ഈ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഈ ഡാർവിനിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡ്രോബാക്കാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എന്താണ് വേരിയേഷൻ അല്ലെ ഹെറിഡിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള എന്താണ് ജീൻസ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അന്നത്തെ കാലത്ത് ജീൻസിലാണ് അല്ലെങ്കിൽ ഡി എൻ എയിലാണ്, ഡി എൻ എയുടെ ഒരു ഫ്രാഗ്മെന്റ് ഒരു പീസ് തന്നെയാണ് എന്ത് ജീൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മളൊരു ഡി എൻ എ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഡി എൻ എ അല്ലെ, ഡബിൾ ഹെലിക്കൽ മോഡലാണ് ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പം ഈ ഡി എൻ എയുടെ ഏതെങ്കിലും ഒരു ഫ്രാഗ്മെന്റ്, ഓക്കെ, ഈ പോർഷൻ, ഈ ഒരു യെല്ലോ കളർഡ് പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് ഡി എൻ എ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജീൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ജീൻസ് ആണ് എന്ത് ഒരു ഓർഗാനിസം. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ കഴിഞ്ഞും വ്യത്യാസങ്ങൾ, ഓക്കെ, ഡിഫറൻസസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്കറിയാം ഈ ജീൻസ് ആണ് ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് കാരണമെന്നറിയാം. പക്ഷെ അന്നത്തെ കാലത്ത് അദ്ദേഹം ഈ വേരിയേഷൻ ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഈ വേരിയേഷന്റെ കാരണം ഈ ജീൻസ് ആണ്, ജനറ്റിക് ബേസിസ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് റീസൺ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോൾസാ, അദ്ദേഹത്തിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല.
സോ ദിസ് ഈസ് എ ഫോൾസ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും റീസൺ ഇൻകറക്റ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡ്സ് ടു കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസം. ഓക്കെ, കോമ്പറ്റീഷൻ ഓർഗാനിസത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്? ഒന്ന് ഫുഡ്, ഷെൽട്ടർ അല്ലെങ്കിൽ മീറ്റിങ്ങിന് അല്ലെ, ഈ 3 കാര്യങ്ങൾക്കാണ് എന്ത് ഓർഗാനിസത്തിൻ്റെ ഇടയിൽ എന്തുണ്ടാവുക? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? തേർഡ് അല്ലേ, ലിമിറ്റഡ് റിസോഴ്സസ് സച്ച് ആസ് ഫുഡ്, സ്പേസ് ആൻഡ് മേറ്റ്സ്. ഇതിനു വേണ്ടിയായിരിക്കും കോമ്പറ്റീഷൻ ഉണ്ടാവുക അല്ലേ, ലിമിറ്റഡ് ആകുക. ഇതിൻ്റെയൊക്കെ എമൗണ്ട് ലിമിറ്റഡ് ആണെങ്കിൽ മാത്രമേ ഓർഗാനിസങ്ങൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. അൺലിമിറ്റഡ് എമൗണ്ടിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ലിമിറ്റഡ് റിസോഴ്സസ് സച്ച് ആസ് ഫുഡ്, സ്പേസ് ആൻഡ് മേറ്റ്സ്, ദീസ് ആർ ദ റീസൺ ഫോർ ദി കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസംസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ. ഓക്കെ, നമ്മൾ വീണ്ടും വീണ്ടും ഡാർവിനിസത്തിലെ കോൺസെപ്റ്റ് തന്നെ അല്ലേ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഫേവറബിൾ വേരിയേഷൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഓർഗാനിസത്തിൽ വരാം. ഒന്ന് എന്തായിരുന്നു? ഫേവറബിൾ വേരിയേഷൻസ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺഫേവറബിൾ വേരിയേഷൻസ്. ഓക്കെ, ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളത് എന്താണ്? വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ ജനറേഷൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ? നേച്ചർ അവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അൺഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരെ നേച്ചർ സെലക്ട് ചെയ്യില്ല, അവരെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക? ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ഓർഗാനിസത്തിന് എന്താ സംഭവിക്കുക? അവർ സർവൈവ് ചെയ്യും. ദേ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് മോർ പൊട്ടൻഷ്യലി. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Okay, next question നോക്കടാ. Which of the following is not included among the variations that lead to evolution? Okay, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ എന്താണ്? വേരിയേഷൻസ്, ഓർഗാനിസങ്ങൾക്കിടയിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതല്ല. ബാക്കി 3 വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിനുള്ള റീസൺസാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ജനറ്റിക് വേരിയേഷൻ. ഓക്കെ, ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ജീനിൽ ജീനിൽ എന്തെങ്കിലും വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ ജനറ്റിക് വേരിയേഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ജനറ്റിക് റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് എന്താണ്? ജനറ്റിക് റീകോമ്പിനേഷൻ. ഓക്കെ, റീകോമ്പിനേഷൻ മിയോസിസിൻ്റെ സമയത്ത് റീകോമ്പിനേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുമെന്ന് പറയുന്നു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റീകോമ്പിനേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് മിയോസിസിൻ്റെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത്? പാരൻ്റൽ കോമ്പിനേഷൻ കൂടാതെ ഒരു പുതിയ കോമ്പിനേഷൻ, റീകോമ്പിനൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് പ്രോജനീസ് നമ്മളവരെ പറയും അല്ലേ. ഒരു പുതിയ കോമ്പിനേഷൻ ഓഫ് പ്രോജനീസ് കൂടെ അവിടെ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതും എന്താണ്? ഈ 2 ജനറ്റിക് വേരിയേഷൻസും അതുപോലെ തന്നെ റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇതെല്ലാം വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് നോക്കിയാൽ ജീൻ ഫ്ലോ. ജീൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു വൈറ്റ് കളേർഡ് ബേർഡ്സ് ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നു, ഇപ്പോൾ വേറൊരു ബ്രൗൺ കളേർഡ് ബേർഡ്സ് ജീവിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വൈറ്റ് കളേർഡ് ബേർഡ്സ് 1-2 ഈ ബ്രൗൺ കളേർഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, എന്നിട്ട് അവിടെ ഇൻ്റർബ്രീഡ് ചെയ്തതിന് ശേഷം അവിടെ എന്താ സംഭവിക്കുക? ഈ ഫെതേഴ്സിൻ്റെ കളറിൽ ഒരു മിക്സിങ് അവിടെ നടന്നു. ഓക്കെ, അവിടെ ജീൻസിൻ്റെ മിക്സിങ് നടന്നു. അപ്പോൾ അവിടെ എന്താ നടക്കുക? ഈ ഒരു വൈറ്റ് കളേർഡ് ഹാബിറ്റാറ്റിൽ അല്ലെ, വൈറ്റ് കളേർഡ് ബേർഡ്സ് ഉണ്ടായിരുന്ന ഹാബിറ്റാറ്റിലുള്ള ജീന് ഈ ഒരു ബ്രൗൺ കളേർഡ് ഹാബിറ്റാറ്റിലുള്ള ബേർഡ്സിൻ്റെ അങ്ങോട്ട് ആ ഒരു ജീനിൻ്റെ ഫ്ലോ നടന്നു. ഓക്കെ, അതിനാണ് നമ്മൾ സിംപ്ലി ജീൻ ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? ഇതും വേരിയേഷന് കാരണമാണ്. ഓക്കെ, അപ്പം ഈ ആദ്യത്തെ 3 കൊടുത്തിരിക്കുന്ന വേരിയേഷന് കാരണമായിട്ടുള്ള റീസൺസ്. ഓക്കെ, അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വേരിയേഷൻസ് ഉണ്ടാക്കുന്നതല്ല. കാരണം അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്ത്? ഈ അക്വയർഡ് ക്യാരക്ടേഴ്സ്. അത് എന്താണ്? നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സ്പീഷിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണ്?
പുതിയ സ്പീഷീസ് ഉണ്ടാകുക, ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീസിയേഷൻ. ഓക്കെ, ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ സ്പീഷീസ് അറൈസ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ സ്പീഷീസ്. ഓക്കെ, സോ ലാസ്റ്റ് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, സ്പീസിയേഷൻ ഇസ് ദി പ്രോസസ്. ഇത് നമ്മൾ ഇപ്പോഴേ പറഞ്ഞതാ അല്ലേ? കോമൺ ആൻസിസ്ട്രൽ സ്പീഷീസിൽ നിന്ന് പുതിയൊരു സ്പീഷീസ് അറൈസ് ചെയ്യുന്നതിനെ നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ട്രൂ. Then all species have evolved from the last universal common ancestor. അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 1 and 2 കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. From the options given below, choose the category to which the organisms shown in the illustration below. ഓക്കെ, ഇവിടെ 4 ഗ്രൂപ്പിനെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ ആൻഡ് അനിമേലിയ. ഓക്കെ, ഇതെല്ലാം ഏത് ഗ്രൂപ്പിലാണ് കോമൺലി നമ്മൾ പറയുന്നത്? ഇവരെ ഈ 4 ഗ്രൂപ്പിനെ കോമൺലി ഒരു പേരിൽ നമ്മൾ പറയും. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ആണോ? അല്ല. ദെൻ ആർക്കി, നോ, ഇതെല്ലാം മൊനീറൻസിൽ വരുന്നത് അല്ലേ? യൂക്യാരിയ. ഓക്കെ, യൂക്യാരിയ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ അല്ലേ? യൂക്യാരിയോട്സ്, ഇതെല്ലാം യൂക്യാരിയോട്സ് ആണ് അല്ലേ? ഇത് യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട്, ബാക്കിയെല്ലാം മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവരെ യൂക്യാരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ മോളിക്കുലാർ ബയോളജി ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഗാനിസം, പിന്നെ ഹ്യൂമൻസുമായിട്ട് ബീറ്റ ചെയിൻ. ഓക്കെ, നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നുണ്ട് എന്താണ്? ബ്ലഡിലുള്ളൊരു പിഗ്മെന്റ്. ഓക്കെ, ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇതൊരു 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. അതിൽ ബീറ്റ ചെയിനിന്റെ എമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ, ഓക്കെ, എമിനോ ആസിഡ്സിന്റെ സീക്വൻസിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിമ്പാൻസിയായിട്ട് ഹ്യൂമൻ ബീങ്സ് ഡിഫറൻസസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, 0 ആണ്, നോ ഡിഫറൻസസ്. ഓക്കെ, ദെൻ ഗൊറില്ല എന്ന് പറയുന്ന അനിമലുമായിട്ട് ഹ്യൂമൻസിൻ്റെ ഈ ഒരു എമിനോ ആസിഡ്സ്, ബീറ്റ ചെയിനിലെ എമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു സീക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമിനോ ആസിഡിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് വൺ റാറ്റ്. ഓക്കെ, റാറ്റ് എന്ന് പറയുന്നതിൽ 31 അമിനോ ആസിഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എന്താണ് അല്ലെ മോളിക്കുലാർ ബയോളജി കൊണ്ട് നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഓർഗാനിസങ്ങൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത് അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയടാ, അതായത് ദി ഓർഗാനിസം ദാറ്റ് ഹാസ് ദി ക്ലോസസ്റ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിന്റെ ബേസിസ് അല്ലെ, ഈ ഒരു ടേബിളിന്റെ ബേസിസിൽ നമുക്ക് പറയാം ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സും തമ്മിൽ എമിനോ ആസിഡ്സിന്റെ സീക്വൻസിങ് അതായത് സ്ട്രക്ചറിൽ ഡിഫറൻസ് ഇല്ല അല്ലേ? നമ്മൾ എമിനോ ആസിഡ്സിന്റെ സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രോട്ടീൻ, ഓക്കെ, ഈ ബീറ്റ ചെയിൻ എന്നൊക്കെ പറയുന്നത് എന്താ? പ്രോട്ടീൻ ആണ് ആക്ച്വലി. ഓക്കെ, ഈ പ്രോട്ടീൻ എടുത്ത് നോക്കിയാൽ ഒരു ഫസ്റ്റ് ഒരു എമിനോ ആസിഡ് കാണും, പിന്നെ അതേൽ അടുത്ത ബോണ്ട് ചെയ്ത് അടുത്ത എമിനോ ആസിഡ് കാണും. ഇങ്ങനെയാണ് എന്ത് ഈ ബീറ്റ ചെയിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഓരോ എമിനോ ആസിഡിനെയും എടുത്ത് നോക്കി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, ഹ്യൂമൻ ബീങ്സിൻ്റെ ബീറ്റ ചെയിനിൽ ഏതൊക്കെയാണ് എമിനോ ആസിഡ്, ദെൻ ചിമ്പാൻസിയുടെ കേസിൽ ഏതൊക്കെയാണ്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇവർ തമ്മിലൊരു കമ്പാരിസൺ നടത്തിയാണ് എത്ര എമിനോ ആസിഡ്സിൻ്റെ ഡിഫറൻസ് ഇവിടെ ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സും തമ്മിൽ എമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിൽ വലിയ വ്യത്യാസമില്ല, 0 ആണ്. ഓക്കെ, ദെൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവർ തമ്മിലൊരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം, ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 1 എമിനോ ആസിഡ് ഡിഫറൻസ് വിത്ത് ഗൊറില്ല. ഓക്കെ, ഗൊറില്ലയും ഹ്യൂമൻ ബീങ്സും എത്രയാ? 1 എമിനോ ആസിഡ്. ഓക്കെ, ഓൺലി 1 എമിനോ ആസിഡിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയത് ഓർഗാനിസം വിത്ത് മോസ്റ്റ് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് ഇതാ അല്ലേ, റാറ്റ്. അതായത് 31 എമിനോ ആസിഡ്സിൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബീറ്റ ചെയിനിൻ്റെ സീക്വൻസിങ് വഴി ഇവരിലെ എമിനോ ആസിഡ്സിൻ്റെ ഡിഫറൻസസ് നോക്കിയാൽ ഏത് ഗ്രൂപ്പാണ് ഹ്യൂമൻസുമായിട്ട് കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവരൊക്കെ ഒരു എവല്യൂഷൻ, ഓക്കെ, ഇവർക്കെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു അസംഷനിലോട്ട് എത്താം. ഓക്കെ, അപ്പം മോളിക്കുലാർ ബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗുണം എന്ന് പറയുന്നതാണ്
നമുക്കൊരു രണ്ട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യണം. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് മോളിക്കുലാർ ബയോളജിയിൽ നമ്മൾ DNA, പ്രോട്ടീൻ പോലുള്ള നമ്മുടെ ബയോമോളിക്യൂൾസ് ഓർഗാനിസത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവർ തമ്മിൽ സീക്വൻസ് ചെയ്ത് ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ സിമിലാരിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഈ മോളിക്കുലാർ ബയോളജിയിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. ഇൻ കേസ് ഇവർ തമ്മിൽ എന്തെങ്കിലും എമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഈ സീക്വൻസിങ് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇവർ തമ്മിൽ എന്താ എമിനോ ആസിഡ്സിൻ്റെ കോമ്പോസിഷനിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ ഡയഗ്രാം ഷോയിങ് ദി ഇന്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി ഫോർ ലിംസ് ഓഫ് സം ഓർഗാനിസംസ് ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, ഇവിടെ 4 ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ 4 ലിംസിൻ്റെ സ്ട്രക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാ? ഇതേതാണ്? നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലേ, ഹ്യൂമൻ്റെ 4 ലിംബാണ്. ഇതെന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ ആണ്. ഇതോ ഫ്ലിപ്പേഴ്സ് ഓഫ്, ദെൻ ഇത് ബാറ്റിൻ്റെ വിങ്സ്. ഓക്കെ, അപ്പം 4 ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ 4 ലിംസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി കോമൺ ഫീച്ചർ ഓഫ് ദീസ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ അല്ലേ, ഹോമലോഗസ് ഓർഗൻസ്. These are examples for what? Homologous organs. ഓക്കെ, നോക്കിയേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ വെച്ച് പറയാം അല്ലേ. ഹ്യൂമൻ ബീങ്സിനെ നോക്കുകയാണെങ്കിൽ 4 ലിംസിൻ്റെ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്, ഏത് ബോണാണുള്ളത്? ഹ്യൂമറസ്. ഓക്കെ, ദെൻ ഇവിടെ 2 ബോൺസ് ഉണ്ട്, അൾനാർ റേഡിയസ്. ദെൻ ബ്രിസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫെലാഞ്ചസ് എന്നൊക്കെ പറഞ്ഞ ബോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ തന്നെ ഒരു സ്ട്രക്ചറാണ് ഈ 4 എണ്ണത്തിലും ഏകദേശം വന്നിരിക്കുന്നത്. Then how does this support the concept of evolution? Okay, അപ്പോൾ ഇങ്ങനെ സെയിം സ്ട്രക്ചർ അല്ലേ, അവരുടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഓക്കെ, എക്സ്റ്റേണൽ അപ്പിയറൻസ് നോക്കിയാൽ ഇത് 4ഉം ഡിഫറെൻ്റാ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലേ, ബോൺസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിനെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട് അല്ലേ. ബോൺസിനെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവർ 4 പേരും ഒരു കോമൺ ആൻസിസ്ട്രിൽ നിന്നായിരിക്കും ഇവോൾവ് ചെയ്തത്. എൻവയോൺമെൻറ്റിൽ ഉണ്ടായ എന്തെങ്കിലും ചേഞ്ചസോ അതിന് സർവൈവ് ചെയ്യാം, ആ ഒരു ചേഞ്ചിനെ സർവൈവ് ചെയ്യാനുണ്ടായ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ 4 ലിംസ് മോഡിഫൈഡ് ആയത്. ഓക്കെ, the bones are similar even though these organs differ in their external structure and function. The similarity in their internal structure supports the evolutionary idea that all living beings originated from a കോമൺ ആൻസിസ്റ്റർ. ഓക്കെ, ഇവരുടെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, ഇവരൊരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഫോം ചെയ്തത്. എന്താ, ഓരോ ടൈം പീരീഡിൽ ഉണ്ടാകുന്ന സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസിൻ്റെ ബേസിസിൽ അതിനോട് അഡാപ്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചറിൽ ഇവർക്ക് ഡിഫറൻസ് ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, analyze the given statements and choose the correct answer from the following. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. The limbs of the ancestors of the horses were smaller than those of present day horses. ഓക്കെ, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ. ഇപ്പോഴത്തെ ഹോഴ്സസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലെഗ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ആണ്. പക്ഷേ ഇവരുടെ ഒരു എവല്യൂഷണറി പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവരുടെ ആൻസിസ്റ്റർ ഉണ്ട്, ഇയോ ഹിപ്പോസ് എന്നൊക്കെയാണ് അതിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് ഫോറസ്റ്റിൽ ജീവിച്ചവരാണ്. ഓക്കെ, അവർക്ക് ഷോർട്ട് ലെഗ്സ് ആയിരുന്നു. പിന്നീട് ഇവർ ഗ്രാസ് ലാൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത്, ഈ ലോങ് ലെഗ്സ് എന്ത് ഹോഴ്സസിലുണ്ടായത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ട്രൂ എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കടാ. മാമൂത്ത്സ് ആർ എക്സ്റ്റിൻറ്റ് അനിമൽസ് ദാറ്റ് വൺസ് ലിവ്ഡ് ഓൺ എർത്ത്. ഓക്കെ, അതും ട്രൂ ആ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് അല്ലേ. മാമൂത്ത്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് എർത്തിലുണ്ടായിരുന്നതാണ്, പിന്നീട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. Then Archaeopteryx had characteristics of both reptiles and fishes. Okay, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാ, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. എന്താ തെറ്റ്? Archaeopteryx എന്ന് പറഞ്ഞാൽ എന്താടാ? ഇറ്റ്സ് എ കണക്ടിങ് ലിങ്ക് അല്ലേ. റെപ്റ്റൈൽസും ബേർഡ്സും തമ്മിൽ ഇടയിലുള്ള അവരുടെ രണ്ടിനെ കണക്ടിങ് ലിങ്ക് ആയിട്ടാണ് നമ്മൾ എന്ത് ആർക്കിയോപ്ടെറിക്സിനെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? റെപ്റ്റൈൽസ്. ഓക്കെ, റെപ്റ്റൈൽസും ബേർഡ്സും ആണ്. ഇവിടെ ഫിഷസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. റെപ്റ്റൈൽസും ബേർഡ്സും ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫിഷസ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്,
ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് കറക്റ്റ് ആണ്, തേർഡ് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, which group does the common ancestor of mammals such as monkeys, apes and humans belong to? അല്ലേ, നമ്മൾ മാമൽസിൽ വരുന്നവരാണ് മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഓസ്ട്രലോപിത്തേക്കസ്, ഇതൊക്കെ ഏതാണ്? ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്ന ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് എന്ത്? ഈ ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഓസ്ട്രലോപിത്തേക്കസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, തേർഡ് ഓപ്ഷൻ നോക്കടാ, പ്രൈമേറ്റ്സ്. അല്ലേ, പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻസ് എല്ലാം ഇവോൾവ് ചെയ്തത് ഈ ഒരു പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, പ്രൈമേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ 4 ക്യാരക്ടേഴ്സ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് പൊസസ് ചെയ്യുന്ന, ഈ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് ഇതിൽ നിന്ന്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. തം ദാറ്റ് ക്യാൻ ഓപ്പോസ് ദ അതർ ഫിംഗേഴ്സ്. ഓക്കെ, അത് നമുക്കുള്ളൊരു ക്യാരക്ടർ അല്ലേ. എന്താ, ബാക്കിയുള്ള ഫിംഗേഴ്സിനെ ഓപ്പോസ് ചെയ്താണ് നമ്മുടെ തമ്പ് ഉള്ളത്. ഓക്കെ, ദെൻ ഹൈലി ഡെവലപ്ഡ് ബ്രെയിൻ. ഓക്കെ, നമ്മുടെ ക്രൈനിയൽ കപ്പാസിറ്റി കൂടുതൽ. ഇതൊക്കെ ഏതാ? ഹ്യൂമൻ ബീങ്സ് അല്ലേ. ഹ്യൂമൻ ബീങ്സിൻ്റെ എവല്യൂഷൻ കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ദെൻ ബൈനോക്കുലർ വിഷൻ, ദെൻ ലോങ് ജസ്റ്റേഷൻ പീരീഡ് ദാറ്റ് അലൗസ് ബെറ്റർ കെയർ ഫോർ ദി യങ് വൺസ്. ഓക്കെ, ഈ ഒരു 4 ക്യാരക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രൈമേറ്റ്സിൻ്റെ ക്യാരക്ടർ ഇത് അല്ലേ. ഈ ബാക്കി കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏപ്സ്, ഇത് ബേർഡ്സാ. ഓക്കെ, ഇതൊന്നും ബേർഡ്സിൽ കാണുന്ന ക്യാരക്ടേഴ്സ് അല്ല. ദെൻ റെപ്റ്റൈൽസ്, ഇതും തെറ്റാ. കാർണിവോറസ്, നോ. ഓക്കെ, സോ പ്രൈമേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ പ്രൈമേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ ഒരു പെയർ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, സ്മോൾ ബ്രെയിൻ വിത്ത് ടെയിൽ, ലാർജ് ബ്രെയിൻ വിത്തൗട്ട് ടെയിൽ. ഓക്കെ, ഇത് എന്തിൻ്റെ ബേസിസിലാണ്? ഹ്യൂമൻ എവല്യൂഷൻ. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷണറി ട്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാ. ഓക്കെ, ആ ഒരു പിക്ചറിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സ്മോൾ ബ്രെയിൻ വിത്ത് ടെയിൽ, ഇത് എന്തിൻ്റെ ക്യാരക്ടറാണ്? നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ നിന്ന് ആന്ത്രോപോയിഡിയെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവോൾവ് ചെയ്തു. അത് വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതാണ്? സെർക്കോപിത്തിക്കോയിഡിയെയും പിന്നെ ഹോമിനോയിഡിയെ എന്ന് പറയുന്ന 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ സെർക്കോപിത്തിക്കോയിഡിയെ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് എന്ത്? അവർക്ക് സ്മോൾ ബ്രെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ ടെയിൽ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഹോമിനോയിഡെ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലാർജർ ആണ്. ദെൻ ദേ ആർ ടെയിൽലെസ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതാണ്? സ്മോൾ ബ്രെയിൻ വിത്ത് ടെയിൽ, സെർക്കോപിത്തിക്കോയിഡെ. ദെൻ ലാർജ് ബ്രെയിൻ വിത്തൗട്ട് ടെയിൽ. ഓക്കെ, അതേതാണ്? ഹോമിനോയിഡെ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ അതേ എവല്യൂഷണറി ട്രീ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഓൾറെഡി പറഞ്ഞു പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതിൽ നിന്ന് ആരാണ് ഇവോൾവ് ചെയ്തത്? ആന്ത്രോപോയിഡിയെ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവോൾവ് ചെയ്തു. ദെൻ ഇത് വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലേ. സിർക്കോപിത്തിക്കോയിഡിയെ ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അനദർ ഗ്രൂപ്പ് evolved from the anthropoidea, that is hominoidea. ഓക്കെ, ദെൻ ഈ ഹോമിനോയിഡിയയിൽ നിന്നാണ് വീണ്ടും ചിമ്പാൻസി, ഹ്യൂമൻസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഇവോൾവ് ചെയ്തത്. ദെൻ സിർക്കോപിത്തിക്കോയിഡിയയിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ മങ്കീസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, മോഡേൺ മങ്കീസ് എല്ലാം ഈ സിർക്കോപിത്തിക്കോയിഡിയയിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഇവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കണ്ടോ, വീണ്ടും ഹ്യൂമൻ എവല്യൂഷൻ. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വൈ ആക്സിസിൽ ഡിഫറെൻറ്റ് ഹ്യൂമൻ ഫോംസ്. ഓക്കെ, ദെൻ എക്സ് ആക്സിസിൽ എന്താണ്? ക്രൈനിയൽ കപ്പാസിറ്റി. ഓക്കെ, ഇത് വെച്ച് ഈ ABCD എന്ന് പറയുന്നിടത്തൊക്കെ ഏത് ഗ്രൂപ്പ് അല്ലെ ഏത് ഹ്യൂമൻ്റെ ഏത് ഗ്രൂപ്പാണ് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഓസ്ട്രലോപിത്തേക്കസിന് മുമ്പ് ഉണ്ടായിരുന്നത് ഏതായിരുന്നു? ഏത് ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയാവോ? ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന ഹ്യൂമൻ എവല്യൂഷനിൽ
അതായത് എ എന്ന് പറയുന്നത് സഹലാന്ത്രോപ്പസ് സ്കാഡൻസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അതിൽ നിന്നും വീണ്ടും ക്രേനിയൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 350 സഹലാന്ത്രോപ്പസ് സ്കാഡൻസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് 350 ആണ് ഏകദേശം ബ്രെയിൻ കപ്പാസിറ്റി വരുന്നത്. ദെൻ ഓസ്ട്രലോപിത്തേക്കസ് വരുമ്പോൾ 450 വരും. ദെൻ അടുത്ത ഗ്രൂപ്പ് ഏതായിരുന്നു? ഹോമോ ഹാബിലസ്. ഓക്കെ, ഹോമോ ഹാബിലസ് ആണ് ബി എന്ന് പറയുന്നത് അല്ലേ, ഹോമോ ഹാബിലസ്. ഇതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 600 ആണ് വരുന്നത്. ദെൻ അടുത്തതാണ് ഹോമോ ഇറക്ടസ്. ഓക്കെ, ഹോമോ ഇറക്ടസ് ഇതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 9000 ആണ് വരുന്നത്. ദെൻ ഹോമോ നിയാൻഡർതാൽനസ് ആൻഡ് ലാസ്റ്റ് വൺ ഹോമോ സാപ്പിയൻസ്. ഓക്കെ, മോഡേൺ മാനെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? 1315 ആണ് വരുന്നത്. ഓക്കെ, ഹോമോ നിയാൻഡർതാൽനസ് വരുമ്പോൾ മാത്രം 1415 ഏകദേശം വരും. കുറച്ചുകൂടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയും ഈ ഹോമോ സാപ്പിയൻസ് വരുമ്പം. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഹോമോ നിയാൻഡർതാൽനസിനൊക്കെ വിഷൻ തിങ്കിങ് അതിനൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഹോമോ സാപ്പിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യൽ ഇൻറ്ററാക്ഷൻ കുറച്ചുകൂടെ കൂടി. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് ഈ ക്രേനിയൽ കപ്പാസിറ്റി കുറച്ചുകൂടെ ഡിക്രീസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ബി ആൻഡ് സി, ബി എന്ന് പറയുന്നത് ഏതാണ്? ഹോമോ ഹാബിലസ് ആൻഡ് സി എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ്. ഇതിൻ്റെ രണ്ട് ക്യാരക്ടേഴ്സ് പറയാനായിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഹോമോ ഹാബിലസിൻ്റെ ക്യാരക്ടറിൽ വരുന്നതാണ് ഒന്ന് ലാർജ് സ്കൾ. ഓക്കെ, അവർക്ക് ലാർജ് സ്കൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോൺ വെപ്പൻസ്. ഓക്കെ, ഹാൻഡ്സ് യൂസ് ചെയ്ത് സ്റ്റോൺ വെപ്പൻസ് ഉണ്ടാക്കിയത് ഈ ഒരു ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ദെൻ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ലീവ് ചെയ്തു. ദേ സ്റ്റാർട്ടഡ് ദി ഹണ്ടിങ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് ഹോമോ ഹാബിലസിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇതിൽ ഏതെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ മതി. ദെൻ ഹോമോ ഇറക്ടസിലോട്ട് നമ്മൾ വരുമ്പോൾ എന്താണ്? ഇവർക്ക് ദേ ക്യാൻ ഗുഡ് അപ്രൈറ്റ് ഓൺ രണ്ട് ലെഗ്സിലായിരിക്കും അവർ വോക്ക് ചെയ്യുക. ദെൻ ബ്രോഡ് ആയിട്ടുള്ള ഫോർഹെഡ് ഉണ്ട്. ഒംനിവോസ് ആണ് അല്ലേ. ഒംനിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഈറ്റേഴ്സ്, ഫ്ലഷ് ആൻഡ് പ്ലാന്റ് ഈറ്റിംഗ്. ഓക്കെ, പ്ലാന്റ് മാറ്റേഴ്സും ഫ്ലഷ് രണ്ടും ഈറ്റ് ചെയ്യുന്ന മിക്സഡ് ഈറ്റേഴ്സിനെ നമ്മൾ ഒംനിവോസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ യൂസ്ഡ് അഡ്വാൻസ്ഡ് സ്റ്റോൺ ടൂൾസ്. ഓക്കെ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റോൺ ടൂൾസിനെ നമ്മൾ എന്ത് ചെയ്തു? ഹണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹോമോ ഹാബിലസ് ആൻഡ് ഹോമോ ഇറക്ടേഴ്സിൻ്റെ രണ്ട് ക്യാരക്ടേഴ്സ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദി കറക്റ്റ് പെയർ? ഓക്കെ, ഇവിടെ ഹ്യൂമൻ ഇവല്യൂഷനിലെ ഓരോ ഫോംസും അതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരെണ്ണം കറക്റ്റ്ലി പെയർഡ് ആണ്, ബാക്കി റിമൈനിങ് 3 എന്ന് പറയുന്നത് കറക്റ്റ്ലി പെയർഡ് അല്ല. ഓക്കെ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഓസ്ട്രലോപിത്തേക്കസ്. ഓക്കെ, ഓസ്ട്രലോപിത്തേക്കസ് 450. ഓക്കെ, ഇത് കറക്റ്റാണ്. ഓസ്ട്രലോപിത്തേക്കസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി 450. ദെൻ ഹോമോ ഇറക്ടസ് എന്നൊക്കെ പറയുന്നത് വരുമ്പോഴത്തേക്കും ഏകദേശം 900 ആണ് ഇതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി. ദെൻ സഹലാന്ത്രോപ്പസ് സ്കാഡൻസിസ് എന്ന് പറയുന്നത് 350 വരുന്നത്. ഓക്കെ, ഇതല്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റോങ് ആണ്. ദെൻ ഹോമോ ഹാബിലസ് വരുമ്പോഴത്തേക്കും 600 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓസ്ട്രലോപിത്തേക്കസ്. ഓക്കെ, 450 cm³ ആണ് ബ്രെയിൻ കപ്പാസിറ്റി. ഓക്കെ, ദിസ് ദ റൈറ്റ് പെയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ ബേസിസിൽ അല്ലേ, ബ്രെയിൻ കപ്പാസിറ്റി നമ്മൾ എസെൻഡിങ് ഓർഡറിൽ അല്ലേ, കുറഞ്ഞ ബ്രെയിൻ കപ്പാസിറ്റിയിൽ നിന്ന് കൂടിയ രീതിയിലോട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹ്യൂമൻ എവല്യൂഷൻ. അതിൻ്റെ ഓർഡറിൽ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ഏതാണ്? സഹലാന്ത്രോസ് സ്കാഡൻസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഫസ്റ്റ് ബ്രെയിൻ കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞ ആൾക്കാർ. പിന്നെ ഏതാണ് വരിക? ഓസ്ട്രലോപിത്തേക്കസ് ആണ് അതിന് ശേഷം വരിക. പിന്നെ വരുന്നത് ഹോമോ ഹാബിലസാണ്. ഓക്കെ, ഈ സഹലാന്ത്രോപിത്തേക്കസ് എന്ന് പറയുന്നതിന് 350. ദെൻ ഓസ്ട്രലോപിത്തേക്കസ് വരുമ്പോഴത്തേക്കും 450. ദെൻ ഹോമോ ഹാബിലസ് വരുമ്പോഴത്തേക്കും 600. ഹോമോ ഇറക്ടസിലോട്ട് വരുമ്പോഴത്തേക്കും അത് 900. ദെൻ ഹോമോ നിയാൻഡർതാൽനസ് വരുമ്പോഴത്തേക്കും 1350. ദെൻ ഹോമോ ഹാബിലസ് വരും 1350. ഹോമോ നിയാൻഡർതാൽനസ് ആണ് 1450 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ആദ്യം സഹലാന്ത്രോപിത്തേക്കസ് സ്കാഡൻസിസ്, ദെൻ ഓസ്ട്രലോപിത്തേക്കസ്, ദെൻ ഹോമോ ഹാബിലസ് ആൻഡ് ഹോമോ ഇറക്ടസ്. ഓക്കെ, ഓപ്ഷൻ 2 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മളൊന്നും ചെയ്യേണ്ട. അണ്ടർലൈൻഡ് ആയിട്ടുള്ള പോർഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട.
ഇതിൽ 2-3 സ്റ്റേറ്റ്മെന്റ്സിന് എന്താണ് wrongly ആണ് അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഏതാണ് തെറ്റ് കണ്ടുപിടിക്കുക. അതിൽ wrong ആയിട്ട് എഴുതിയിരിക്കുന്ന ഏതാണ്, അത് തെറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കടാ. ഹോമോ ഇറക്ടസ് മെയ്ഡ് സ്റ്റോൺ വെപ്പൺസ് ബൈ യൂസിങ് ഹാൻഡ്സ്. ആണോ? ഹോമോ ഇറക്ടസ് ആണോ സ്റ്റോൺ വെപ്പൺസ് ഹാൻഡ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തത്? സ്റ്റോൺ വെപ്പൺസിനെ ഉണ്ടാക്കിയത് ഹോമോ ഇറക്ടസ് ആണോ? അല്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് തെറ്റാ അല്ലേ? ഇവിടെ വരേണ്ടത് ഏതാ? ഹോമോ ഹാബിലസ്. ഓക്കെ, ഹോമോ ഹാബിലസ് ആണ് ഇവിടെ വരേണ്ടത്, ഹോമോ ഇറക്ടസ് അല്ല. ഓക്കെ, then homo sapiens domesticated animals and created city. ശരിയാ, it's a right statement. Then almost complete fossils of homo neanderthalis were discovered from Africa. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഈ ആഫ്രിക്കയിൽ നിന്ന് ഓൾമോസ്റ്റ് പോർഷൻ അതിന്റെ ഫോസിൽസ് കണ്ടുപിടിച്ചത് ഹോമോ നിയാണ്ടർതാലിസിന്റെ ആണോ? അല്ല. പിന്നെ ഏതിൻ്റെയാ? ഓസ്ട്രലോപിത്തേക്കസിന്റെ ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത് ഏതാണ്? ഓസ്ട്രലോപിത്തേക്കസ് ആണ്. ദെൻ ലാസ്റ്റ് നോക്കിയേ, ഹോമോ ഇറക്ടസ് കുഡ് വോക്ക് അപ്രൈറ്റ് ഓൺ 2 legs ആൻഡ് ഹാഡ് എ ബ്രോഡ് ഫോർഹെഡ്. ഇതും റൈറ്റ് സ്റ്റേറ്റ്മെന്റാണ്. ഓക്കെ, അപ്പം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഇവിടെ പ്ലേസ് ചെയ്തു, റോങ് ആയിട്ട് വന്നെടുക്കുന്നിടത്ത്. Okay, next question നോക്കാം. Which of the following is not a part of the nervous system? Okay, nervous systemത്തിന്റെ പാർട്ട് അല്ലാത്ത പോർഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നെർവസ് സിസ്റ്റം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം നോക്കുകയാണെങ്കിൽ ഒരു റിസപ്റ്റർ കാണും അല്ലേ? നമ്മുടെ ബോഡിയിൽ പല പോർഷൻസിലായിട്ട് റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കും. ഈ റിസപ്റ്റേഴ്സ് ആണ് എന്ത്? സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യുന്നത്. സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ആൾക്കാരെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് നമ്മൾ പറയും. ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാരാണ്? നെർവ്സ് അല്ലേ? ഇങ്ങനെ തിരിച്ചും ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ടും ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെ നെർവ്സ്, പിന്നെ റിസപ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? നോട്ട് എ പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് പ്രസന്റ് ആണ്. ദെൻ മസിൽസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പാർട്ടാണോ? അല്ല. ഓക്കെ, മസിൽസ് ആണ് അപ്പം കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, ഐഡന്റിഫൈ എ ആൻഡ് ബി ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ കുറച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റ്, എ ആൻഡ് ബി, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് ഏതിനെ കുറിച്ചാണ്, എന്തിന്റെ ക്യാരക്ടറാണ് ഈ പറയുന്നത്, ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് നോക്കിയേ, എ നോക്കിയേ, സ്പെഷ്യലൈസ്ഡ് സെൽസ് കേപ്പബിൾ ഓഫ് റിസീവിംഗ് സ്റ്റിമുലൈ ആൻഡ് ഫോമിംഗ് അപ്രോപ്രിയേറ്റ് മെസ്സേജസ്. ഓക്കെ, അപ്പം ഇതെന്താ? നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നെർവസ് സിസ്റ്റത്തിൽ എന്താ? സെൽസിനെ റിസീവ് ചെയ്യുക, സെൽസിന് അല്ലെ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് ആയിട്ട് മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യുക. ഇതാരാണ്? ഈ ഒരു ക്യാരക്ടർ ഉള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് ഏതാണ്? ന്യൂറോൺസ് അല്ലേ? ഇത് ന്യൂറോൺസ് എന്ന് പറയുന്ന സെൽസിന്റെ ക്യാരക്ടറാണ്. Then next നോക്കിയ ഓപ്ഷൻ ബി, അതായത് സെൽസ് ഇൻ ദി നെർവസ് സിസ്റ്റം ദാറ്റ് കാനോട്ട് റിസീവ് സ്റ്റിമുലൈ ഓർ ട്രാൻസ്മിറ്റ് മെസ്സേജസ്. ഓക്കെ, ഇത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. പക്ഷേ അവർക്ക് എന്താണ്? സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാനോ അതിന് ഒപ്പമുള്ള, അതായത് മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. ബട്ട് ദേ ആർ എ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ ഏതാണ്? ന്യൂറോഗ്ലിയൽ സെൽസ് അല്ലേ? ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് സെൽസാണ്. അവർക്ക് മെസ്സേജസിനെ റിസീവ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ന്യൂറോൺസ്, ബി ന്യൂറോഗ്ലിയൽ സെൽസ്, ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, സെൽ ബോഡി. ഓക്കെ, അപ്പം ഇതെന്താണ്? ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചറിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. സെൽ ബോഡി എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ പാർട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സെൽ ബോഡി എന്ന് പറയുന്ന പാർട്ടിൽ ദേ കണ്ടെയ്ൻ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു സെൽ ബോഡിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വണ്ണിൻ്റെ മാച്ചിങ് പെയർ എന്ന് പറയുന്നത് ഇതാ. ദെൻ ആക്സോൺ. ഓക്കെ, ആക്സോൺ എന്ന് പറയുന്നത് എന്താ? സെൽ ബോഡിയിൽ നിന്ന് ലോങ് ഫൈബർ ആയിട്ട് പോകുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്സോൺ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് മാച്ച് ചെയ്താൽ ലോങ് ഫൈബർ ഫ്രം ദി സെൽ ബോഡി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആക്സോണൈറ്റ്. ഓക്കെ, ആക്സോണൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ട് ദാറ്റ്, നോക്കിയേ ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്?
ഓക്കെ, ആക്സോണൈറ്റ് എന്ന് പറയുന്നതിന് ഇവിടെ പേരില്ല. ഓക്കെ, ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് നോക്കടാ. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറയുക? ഡെൻഡ്രോണിൽ നിന്ന് വരുന്ന സ്മോൾ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? ദ പാർട്ട് ദാറ്റ് റിസീവ്സ് മെസ്സേജസ് ഫ്രം ദി അഡ്ജസൻറ്റ് നെർവ് സെൽസ്. ഓക്കെ, ഈ ഒരു ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിലാണ് എന്ത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള ഡെൻഡ്രൈറ്റ്സിലാണ്. ഓക്കെ, അപ്പം ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഇതാ, ദ പാർട്ട് ദാറ്റ് റിസീവ്സ് മെസ്സേജസ് ഫ്രം ദി അഡ്ജസൻറ്റ് നെർവ് സെൽസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ഫൈബേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി സെൽ ബോഡി. ഓക്കെ അല്ലേ? സെൽ ബോഡിയിൽ നിന്ന് വരുന്ന സ്മോൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെൻഡ്രോൺ ആണ്. ഈ ഡെൻഡ്രോൺ എഗെയിൻ ഡിവൈഡ് ചെയ്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ സിനാപ്റ്റിക് നോബ് അല്ലേ? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് കുറച്ചൊരു ബൾജ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എൻ പോർഷനിൽ ആക്സോണൈറ്റ് ഒക്കെ വന്നിട്ട് കുറച്ച് എൻ പോർഷനിലായിട്ട് കുറച്ചൊരു ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ്. അതിലാണ് എന്തുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ അവിടുന്ന് മെസ്സേജസ് ഈ ഒരു ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന പോർഷൻ റിസീവ് ചെയ്യും. എന്നിട്ട് അത് എങ്ങോട്ട് പോവും? സെൽ ബോഡി. ഓക്കെ, സെൽ ബോഡി എന്ന് പറയുന്ന പോർഷനിലോട്ട് പോവും. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആക്സോൺ അല്ലേ? ആക്സോണിലോട്ട് പോവും. സോറി, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ. ഓക്കെ, ഇവിടെ ഡെൻഡ്രോൺ ഉണ്ട് കേട്ടോ, ഡെൻഡ്രോണും കൂടി ഇൻക്ലൂഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൽ ബോഡി അല്ല, ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ട് പോകും. അവിടെ നിന്നുമാണ് എന്ത്? സെൽ ബോഡിയിലോട്ട് വരുന്നത് അല്ലേ? ഇത് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ദെൻ സെൽ ബോഡി. അവിടെ നിന്ന് എങ്ങോട്ടാണ് വരിക? ഇവിടെ ഇത് സെൽ ബോഡി. ദെൻ അവിടെ നിന്ന് എങ്ങോട്ടാണ് വരിക? ദെൻ ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ പോർഷൻ, അതായത് ആക്സോൺ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ആക്സോൺ എന്ന് പറയുന്ന പോർഷൻ. ആക്സോൺ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ആക്സോണൈറ്റ്സിൽ എത്തുന്നു. പിന്നെ ലാസ്റ്റ് ഈ നോബ് ലൈക്ക് സ്ട്രക്ചർ, അതായത് എന്താണ്? സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഈ ഒരു ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ഈ ആസ്ട്രോസൈറ്റ്? ഇതെല്ലാം ന്യൂറോഗ്ലിയൽ സെൽസിൽ വരുന്നതാണ്. അപ്പം ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയൽ സെൽസ് ആണോ? അല്ല. ഓക്കെ, ബാക്കിയെല്ലാം ന്യൂറോഗ്ലിയൽ സെൽസിന് എക്സാമ്പിൾസാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദി ഫംഗ്ഷൻ ഓഫ് ന്യൂറോഗ്ലിയൽ സെൽസ് അല്ലേ? ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്. ബേസിക്കലി ഇതൊരു എന്താ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ബ്രെയിനിനകത്ത് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണപ്പെടുന്നവരാണ് ഈ ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. അവരുടെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്മ്യൂൺ സെൽസ്, മൈക്രോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്ന ഈ ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇമ്മ്യൂൺ സെൽസാണ്. ദെൻ റിസീവിങ് സ്റ്റിമുലൈ. റിസീവിങ് സ്റ്റിമുലൈ ഇതെന്ന് പറയുന്നത് ന്യൂറോൺസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ന്യൂറോഗ്ലിയൽ സെൽസിന് ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? റിസീവിങ് സ്റ്റിമുലൈ എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷൻ അല്ല. ദെൻ ഫോർമേഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇതും എന്താണ്? ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം റൈറ്റ് ആൻസർ നിന്ന് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അനലൈസ് എ ആൻഡ് ബി ആൻഡ് ചൂസ് ദി കറക്റ്റ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. മൈലിൻ ഷീത്ത് ആക്ട്സ് ആസ് ദി ഇൻസുലേറ്റർ ആൻഡ് ഇൻക്രീസസ് ദി സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഓക്കെ, അതായത് മൈലിൻ ഷീത്ത്, നമ്മൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ എടുത്ത മൈലിൻ ഷീത്ത് ഈ ഗ്രീൻ കളേർഡ് കാണിച്ചിരിക്കുന്നതാണ് എന്ത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മൈലിനേറ്റഡ് ന്യൂറോണും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ? ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഇമ്പൾസ് മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത് ജമ്പ് ചെയ്യും. ഓക്കെ, ജമ്പ് ചെയ്ത് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡപ്പ് ആവും. ഓക്കെ, ഇനി നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ ആണ് എന്നുണ്ടെങ്കിൽ എന്താ? ഇമ്പൾസ് ഇവിടെ വന്നാലും ഇത് ഇങ്ങനെ പാസ് ചെയ്ത് കുറച്ചുകൂടെ സ്ലോ പ്രോസസ്സ് അല്ലേ? ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതോ കുറച്ചുകൂടെ ഫാസ്റ്റിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നോക്കിയേ, Myelin sheath acts as an insulator and increases the speed of impulse transmission. അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then next statement നോക്കിയാ, in the brain and spinal cord the myelin sheath is formed by Schwann cells. അത് കറക്റ്റ് ആണോ? അല്ല, ഇത് തെറ്റാ അല്ലേ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഏതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ? ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണോ? അല്ല, നെർവ്സിന്റെ കേസസിൽ ഷ്വാൻ സെൽസ് ആണ് ഈ ഒരു മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് കേട്ടോ. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് എന്ത് ഈ ഒരു മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ, അതായത് സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ഇൻ ദി വേർഡ് പെയർ എ ആൻഡ് കംപ്ലീറ്റ് ബി. ഓക്കെ, ഇവിടെ ഒരു വേർഡ് പെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, എപ്പിൻഡിമൽ സെൽസ്, അത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഇത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ മൈലിൻ ഷീത്തിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയൽ സെൽസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യനാ. ഓക്കെ, നോക്കിയേ, ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ദി സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ ദി പാർട്ട് എക്സ്. ഓക്കെ, പാർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ, ലേബിൾ ചെയ്തിരിക്കുന്നത് എന്താണ്, മൈലിൻ ഷീത്ത് അല്ലേ. മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന സ്ട്രക്ചറിനെയാണ് എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയാൽ റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് എക്സ്. ഓക്കെ, മൈലിൻ ഷീത്തിൻ്റെ 2 ഫങ്ഷൻസ് പറയാം. ആക്ച്വലി അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ആവും, അത് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് കൂടാതെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം അല്ലേ. ആക്സോൺസിനെ എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മൈലിൻ ഷീത്താണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ഹൗ ഡു ഇറ്റ്സ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഡിഫർ ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പം ഈ 2 നെർവസ് സിസ്റ്റത്തിലും ഈ ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്നതിൻ്റെ അറേഞ്ച്മെന്റ് അല്ലേ, അതിൻ്റെ സെക്രീഷൻസ് ഒക്കെ കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ന്യൂറോഗ്ലിയൽ സെൽസും, ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കേസസിൽ അവിടെ എന്താ, നെർവ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലേ. അവരിൽ ഈ മൈലിൻ ഷീത്ത് സെക്രീറ്റ് ചെയ്യുന്നത് ഷ്വാൻ സെൽസുമാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. റിസപ്റ്ററിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന നെർവ്സ് ഏതാ, സെൻസറി നെർവ്സ് അല്ലേ. സെൻസറി ന്യൂറോൺസ് ആണ് ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് റിസപ്റ്ററിൽ നിന്ന് ഇമ്പൾസസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നത് ഈ ഒരു സെൻസറി ന്യൂറോൺസും, തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് റിസപ്റ്ററിലോട്ട് എത്തിക്കുന്നത് ഏതാണ്, മോട്ടോർ ന്യൂറോൺസും. ഈ സെൻസറി ന്യൂറോൺസിനെയും മോട്ടോർ ന്യൂറോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരെ നമ്മൾ ഇന്റർ ന്യൂറോൺസ് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതും ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഓർഗാൻസിലുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ എ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് നോ കൺട്രോൾ സെന്റർ ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു നെർവസ് സിസ്റ്റം ഏതിലാണുള്ളത്, അത് പ്ലാനേറിയയിലാണുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് പ്ലാനേറിയൽ കാണപ്പെടുന്നതാണ്. ദെൻ ബിയിൽ വന്നിരിക്കുന്നത് പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയ ഇൻ ദ ഹെഡ് റീജിയൻ. ഓക്കെ, ഹെഡ് റീജിയനിൽ ഒരു പെയർ ഓഫ് ഗാംഗ്ലിയ ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഏത് നെർവ്സ്, ഏത് ഓർഗാനിസത്തിൻ്റെ കേസില്ല, അത് സോറി ഓക്കെ, ഈ എ എന്ന് പറയുന്നത് അതായത് ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് കാണാൻ സാധിക്കുന്നത് പ്ലാനേറിയ അല്ല, ഹൈഡ്രയുടെ കേസിലാണ് കേട്ടോ. സോറി, എനിക്കിതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഹൈഡ്രയുടെ കേസിലാണ്, അതായത് ഒരു കൺട്രോൾ സെൻറ്റർ ഇല്ലാതെ കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹൈഡ്രയുടെ കേസ് എടുത്ത് നോക്കി, ഇവിടെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ, ഇതിലൊരു സ്പെസിഫിക് കൺട്രോളിങ് സെൻറ്റർ ഒന്നും ഇല്ല. ഓക്കെ, ദെൻ പ്ലാനേറിയ എടുത്ത് നോക്കിയാൽ പ്ലാനേറിയയുടെ കേസിൽ ഇവിടെ ഒരു പെയർ ഓഫ് ഗാംഗ്ലിയൻ ഈ ഹെഡ് റീജിയനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്നത് ഏതാണ്, പ്ലാനേറിയയും, എ എന്ന് പറയുന്നത് ഹൈഡ്രയുവ. ഓക്കെ ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, എ ഹൈഡ്ര ആൻഡ് ബി പ്ലാനേറിയ. 2 ആട്ടോ കറക്റ്റ് ആൻസർ. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇറ്റ് ഈസ് നെസസറി ടു സ്ലീപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് 8 to 10 hours every day. Lack of sleep affects brain function and can lead to memory loss, anxiety and difficulty in learning. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് 8 to 10 hours സ്ലീപ്പ് എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യും അല്ലേ, നമ്മുടെ മെമ്മറി, അതുപോലെ തന്നെ എന്താ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാവും. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ്
The reason is correct. Okay, both the statement and reason are correct. Option 3 is the correct answer. Next, identify the cells comprising more than half of the brain and spinal cord. Okay, brain and spinal cord എടുത്താൽ അതിൽ എന്താണ് ഹാഫ്, അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ കൂടുതൽ കാണപ്പെടുന്ന സെൽസ് എന്ന് പറയുന്നത് ഏതാണ്? അതിനൊരു പ്രത്യേകത ഉണ്ട്, അതായത് അതിന് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. ഓക്കെ, അത് സപ്പോർട്ടിങ് സെൽസാ. ഓക്കെ, അങ്ങനെയുള്ള സെൽസ് ഏതാണ്? റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ, ന്യൂറോഗ്ലിയൽ സെൽസാ. ഈ ഒരു സപ്പോർട്ടിങ് സെൽസ് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എടുത്താൽ മോർ ദാൻ ഹാഫ് ഈ ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, തോമസ് മാൽത്തസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇതിൽ ഏതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത്? ഇൻക്രീസ് ഇൻ ദി പോപ്പുലേഷൻ ലീഡ്സ് ടു സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ക്യൂ. ദെൻ സെക്കൻഡ് വൺ നോക്കിയേ, ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത് ഏതാ? ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ആർ. ദെൻ തേർഡ് വൺ ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക് എന്ന് പറയുന്നത് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, പി. അപ്പം 1 ക്യൂ, ദെൻ 2 ആർ, 3 പി. ലാസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ഇതൊരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനിൽ നോക്കി ഐഡന്റിഫൈ ദി ഇല്ലസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്നത് എന്താടാ? ഇത് ഏതാണ്? ഇതൊരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ അല്ലേ. ഇത് രണ്ടും ആൽഫ ചെയിനും ഇത് ബീറ്റ ചെയിനുമാണ്. ഓക്കെ, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും കൂടിയാണ് എന്തൊരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ റൈറ്റ് ദ നമ്പർ ഓഫ് എമിനോ ആസിഡ്സ് ഇൻ എക്സ് ടു ദി അനിമൽസ് ഗൊറില്ല ആൻഡ് റാറ്റ് ഹൗ കമ്പയർ ടു ഹ്യൂമൻസ്. ഓക്കെ, അപ്പം ഗൊറില്ലയും ഹ്യൂമൻസും വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ എമിനോ ആസിഡ്സിൽ ഉണ്ടായ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എമിനോ ആസിഡ് ഡിഫറൻസേ ഉള്ളൂ അല്ലേ, ഗൊറില്ലയും ഹ്യൂമൻ ബീങ്സും എടുത്ത് നോക്കിയാൽ. ഇനി റാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എമിനോ ആസിഡ് സീക്വൻസിലുള്ള വ്യത്യാസം 31 എമിനോ ആസിഡ്സിലാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂമൻസുമായിട്ട് കൂടുതൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഏതാ? ചിമ്പാൻസി അല്ലേ. ഇവരുടെയും ഹ്യൂമൻസിൻ്റെയും എമിനോ ആസിഡ് സീക്വൻസിങ് വഴി എന്താണ്? ഇവർക്ക് രണ്ടുപേരുടെയും എമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, 0 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കൂടുതൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഏതാണ്? ചിമ്പാൻസി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എഗെയിൻ വീണ്ടും ന്യൂറോൺസിൻ്റെ തന്നെ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പോർഷൻ ഏതാണ്? ചില പോർഷൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ചിലത് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം സെൽ ബോഡി ഇത് കറക്റ്റ് അല്ലേ, സെൽ ബോഡി കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ആക്സോൺ ഇതും കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് ഡെൻഡ്രൈറ്റ് ആണോ? അല്ല, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ പോർഷൻസ് അല്ലേ, ഇതെന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് അല്ല, ഇത് ഡെൻഡ്രോണാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ആക്സോണൈറ്റ് ആണോ? അല്ല, ആക്സോണൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പോർഷൻ അല്ലേ, ഇത് നോബ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ, ഇതെന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ അല്ലേ. നമുക്ക് പൊതുവെ അറിയാവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പേര് പറഞ്ഞേ. അതായത് എസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ദെൻ പിന്നെ വേറെ ഒരെണ്ണം ഡോപ്പമിൻ. ഓക്കെ, ഡോപ്പമിൻ എന്ന് പറയുന്നതും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളാണ്. ദെൻ നെയിം ദ പാർട്ട് ഓഫ് ദ ന്യൂറോൺ വിച്ച് റിസീവ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇമ്പൾസ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിസീവ് ചെയ്യുന്നത് ഏത് പോർഷനാണ്? പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലെ ഏത് പോർഷനാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യുന്നത്? ഏതാണ്? ഡെൻഡ്രൈറ്റ് അല്ലേ. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന പോർഷൻസിൽ എന്താണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യാനായിട്ട് റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which part of the nervous system controls involuntary actions? അല്ലേ, ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കത് കൺട്രോളിലല്ലാത്ത ആക്ഷൻസ് അല്ലേ. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏത് പാർട്ടാ? ബ്രെയിനിൽ മെഡുല ഒബ്ലങ്കട്ട എന്ന് പറയുന്ന പോർഷനാണ് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് പറയുക എന്നുള്ളതാണ്. അതേ ഒരു ഫിഗറിൽ നമുക്കറിയാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴാണ് കുറച്ചുകൂടെ അലേർട്ട് ആവുന്നത്? നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ആവുന്ന ടൈമിൽ അല്ലേ, കുറച്ചുകൂടെ സ്ട്രെസ് ആ ഒരു ടൈമിലാണ് സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് അലേർട്ട് ആവുന്നത്. ദെൻ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡീനെ തിരിച്ച് റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരിക.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് പ്യൂപ്പിൾ ഡയലേറ്റ്സ് ചെയ്യും, നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ചെയ്യും. ദെൻ സലൈവറി ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാസിമ്പത്തറ്റിക് കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ്, അതായത് ഇൻക്രീസ് ചെയ്യും, സലൈവയുടെ സെക്രീഷൻസ് ഇവിടെ ഡിക്രീസ് ചെയ്യും. ദെൻ ഹാർട്ട് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലോ ഡൗൺ ചെയ്യും, പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഇവിടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് ആയിരിക്കും. ദെൻ ബ്രോങ്കസിനെ കുറച്ചുകൂടെ കൺസ്ട്രിക്റ്റഡ് ആക്കും, പാരാസിമ്പത്തറ്റിക് ഇവിടെ ഡയലേറ്റ് ചെയ്യും. ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കുക, എന്നിട്ട് പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഒന്ന് കമ്പയർ ചെയ്യുക, ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ബ്രെയിനിൻ്റെ പാർട്സും അതിൻ്റെ ഫംഗ്ഷൻസും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ അല്ലേ. സെറിബ്രം എന്ന് പറയുന്നത് എന്താ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ അല്ലേ. സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെറിബ്രം എന്ന് പറയുന്ന പോർഷൻ അല്ലേ. മെഡുല ഒബ്ലങ്കട്ട എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ദെൻ സെറിബലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലേ, ഇത് നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ദെൻ പോൺസ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീതിങ് റേറ്റ് അല്ലേ, വെന്റിലേഷൻ്റെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോൺസ് എന്ന് പറയുന്ന റീജിയൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ഇത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമേറ്റ്സിൽ നിന്ന് ആന്ത്രോപോയിഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അത് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് സിർക്കോപിത്തിക്കോയിഡ് ഹോമിനോയിഡെ ആയി. ഈ ഹോമിനോയിഡ് വീണ്ടും സ്പ്ലിറ്റായി അല്ലേ, അതിൽ നിന്ന് വന്നതാണ് എന്ത്, ഗിബ്ബൺ, ഒറാങ്കുട്ടാൻ, ചിമ്പാൻസി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാ വന്നിരിക്കുന്നത്, ഫസ്റ്റ് ഗിബ്ബൺ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ വന്ന ഗ്രൂപ്പ് ഏതാണ്, ഒറാങ്കുട്ടാൻ. പിന്നെ വന്ന ഗ്രൂപ്പ് ഏതാണ്, ഗൊറില്ല. അടുത്ത ഗ്രൂപ്പ് ഏതാ, ചിമ്പാൻസി. ദെൻ ലാസ്റ്റ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഗിബ്ബൺ എന്ന് പറയുന്നത് ഇ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒറാങ്കുട്ടാൻ എന്ന് പറയുന്നത് ഡി അല്ലേ, അതും 2 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗൊറില്ല എന്ന് പറയുന്നത് ബി. ദെൻ ചിമ്പാൻസി എന്ന് പറയുന്നത് സി. ദെൻ ഹ്യൂമൻ എന്ന് പറയുന്നത് എ. ഓക്കെ, ഓക്കെ, ഇത് എന്താണ്, ഒരു നെർവ് സെല്ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഒരു നെർവ് സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണ്, നെർവ്സിലൂടെ ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ നമ്മൾ ഇതിൻ്റെ ചാർജസ് നോക്കുകയാണ്, ഒരു നെർവ് സെല്ലിൻ്റെ ചാർജ് നോക്കുകയാണെങ്കിൽ വെളിയിൽ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ അല്ലേ, ഇവിടെ സോഡിയം അയോൺസ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പൊട്ടാസ്യം അയോൺസ് ആയിരിക്കും അകത്ത് കൂടുതലായിട്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചാർജ് ഡിഫറൻസ് ഇവിടെ വരുന്നത്. ഇനി ഒരു ഇമ്പൾസ് ഇങ്ങോട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ ഈ ചാർജിൻ്റെ റിവേഴ്സ്, അതായത് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും കാണിക്കുക, അതായത് പൊട്ടാസ്യം വെളിയിലോട്ട് പോവും, സോഡിയം അകത്തോട്ട് കയറും. ഓക്കെ, അപ്പം അകത്ത് എന്താവും, പോസിറ്റീവ് ചാർജ് കൂടും, വെളിയിൽ നെഗറ്റീവ് ചാർജ് കൂടും. ഇതിങ്ങനെ ആക്സോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്താണ് എന്ത്, ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോൺ സെൽസിലൂടെ. ഓക്കെ, ഹൗ ഡസ് ദിസ് ചേഞ്ച് കോസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ട് പോലെ ഇങ്ങനെ ആക്ട് ചെയ്ത് ഈ പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ വരെ ഇങ്ങനെ ചാർജിൻ്റെ ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ നടന്നാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ പറയാം, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയും, അതായത് ഒരു ന്യൂറോൺസിൻ്റെ എൻഡ് പോർഷൻ സിനാപ്റ്റിക് നോബ് വരെ സ്റ്റിമുലായി എത്തുന്നു, പിന്നെ അടുത്ത ന്യൂറോണിലോട്ട് ഇത് എത്തണം, ഈ ഇമ്പൾസ് എത്തണം. അപ്പം അതിനവിടെ എന്ത് മെക്കാനിസമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണാണ്. ഓക്കെ, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഇമ്പൾസ് എത്തി, ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്, റൗണ്ടഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് സർട്ടൻ കെമിക്കൽസ് അത് കെമിക്കൽസ് പ്രസൻ്റ് ആണ്, അതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഈ ഒരു സ്പേസ്, ഇതിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. ഈ ഒരു സ്പേസിലോട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ഒരു പോർഷനിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഇവരെ നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഈ റിസപ്റ്റേഴ്സ് ഈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് അതിൻ്റെ ഡെൻഡ്രൈറ്റ് പോർഷനിലായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്ലൈഡാണ്, ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പോലെ തന്നിരിക്കുന്നതേ ഉള്ളൂ. അതായത് ബ്രെയിനിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ്
ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് ഏതാണ്? സെറിബ്രം. ഓക്കെ, ലാർജസ്റ്റ് പാർട്ട്, ബ്രെയിൻ്റെ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് സെറിബ്രം ആണ്. ദെൻ ഈ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇത് പോൺസ് റീജിയൻ അല്ലേ, നമ്മുടെ ബ്രീതിങ് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു പോൺസ് റീജിയൻ എന്ന് പറയുന്നതാണ്. ഇതെന്ന് പറയുന്നതാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് അല്ലേ. ഇതിനെ നമ്മൾ സെറിബെലം എന്ന് പറയും. ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ്, അതായത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെലമാണ്. ദെൻ പോൺസിന് തൊട്ട് താഴെയുള്ള റീജിയൻ എന്താണ്? മെഡുല അല്ലേ, മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയും. ഇതെന്താണ്? ഇൻവോളണ്ടറി ആക്ഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് 2 പോർഷൻസും കൂടെ ഉണ്ട്. ഇതെന്താണ്? ഹൈപ്പോതലാമസ് അല്ലേ, ഇത് ഹൈപ്പോതലാമസ്. ഇതാണ് നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഹംഗ്രി ഇങ്ങനെയുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തെല്ലാം ഈ ഹൈപ്പോതലാമസ് ആണ് ചെയ്യുന്നത്. ദെൻ തലാമസ്. തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എന്താ ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു തലാമസ് എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പം ഏകദേശം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുക. ലൈവ് കഴിഞ്ഞിട്ടില്ല, അടുത്ത 2 ചാപ്റ്റേഴ്സിന് അമല മിസ് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എവ്രിവൺ. സോ നമ്മുടെ എവല്യൂഷൻ്റെ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബയോളജി ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ള എവല്യൂഷൻ്റെ ചാപ്റ്റർ മിസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റിവൈസ് ചെയ്തു. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് പാർട്ടിൽ ഇനി 2 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫും അതുപോലെ തന്നെ നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് സെൻസേഷൻസും. ഈ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് അധികം ദിവസമൊന്നും ഇല്ല അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഉള്ള സമയത്ത് ശ്രദ്ധിച്ചിരുന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൽ ട്യൂഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീ എമൗണ്ട് ആണ്, ഒരു വർഷം നിങ്ങൾ ആകെ അടയ്ക്കേണ്ട എമൗണ്ട് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ അടുത്ത വർഷം ട്യൂഷനിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക. ഓക്കെ, അവരോടൊക്കെ നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ദെൻ അതിൻ്റെ ഫീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സും ആൻഡ് 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് സെൻസേഷൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് RNAs ആൻഡ് ചൂസ് ദ കറക്റ്റ്ലി ലേബിൾഡ് ഓപ്ഷൻ. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് RNAs ആൻഡ് ചൂസ് ദ കറക്റ്റ്ലി ലേബിൾഡ് ഓപ്ഷൻ. നമ്മുടെ RNAകളുടെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് A, B ആൻഡ് C എന്നും പറഞ്ഞ്. ഓക്കെ, ഇവിടെ A ആൻഡ് ബി ആൻഡ് സി എന്നും പറഞ്ഞ 3 RNAകളുടെ, RNA എന്ന് വെച്ചാൽ എന്താ? റൈബോ ന്യൂക്ലിയിക് ആസിഡ്സ്. ഓക്കെ, അപ്പം RNAകളുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫിഗറാണ് അല്ലേ? ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫിഗറാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. A ഏതാണ്, B ഏതാണ്, C ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ഇവിടുന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണെങ്കിലൊന്ന് നോക്കിക്കേ. A ഏത് RNA ആണ്? നമുക്ക് 3 ടൈപ്പ് RNA ആണുള്ളത് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ 3 ടൈപ്പ് RNAകൾ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ mRNA ഉണ്ട്, mRNA ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഏതാണ്? rRNA ഉണ്ട്. പിന്നെ ഒരു tRNA ഉണ്ട് അല്ലേ? tRNA ഉണ്ട്. അപ്പം ഈ 3 RNAകളുടെ ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഈ A എന്ന് കൊടുത്തിരിക്കുന്നത് ഏത് RNA ആണ്? ഇതിൽ ഏത് RNA ആണ്? mRNA ആണോ, rRNA ആണോ, അതോ tRNA ആണോ? ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ A എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? C. ആരോ ആൻസർ C പറയുന്നുണ്ട്. ആരാ പറഞ്ഞത്? അഫ്സൽ C പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം C ആണോ, അഫ്സൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. സോ A എന്താണ്? A mRNA ആണ് അല്ലേ? A mRNA ആണ്. ദെൻ B എന്താണ്? B tRNA ആണ്. B tRNA ആണ്. ആൻഡ് C എന്താണ്? C rRNA ആണ്. ഓക്കെ, rRNA ആണ്. അപ്പം A mRNA വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? A mRNA വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ B tRNA വരുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് ഇനി B ആൻഡ് C നോക്കിയാൽ പോരെ, ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. ദെൻ C rRNA. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ C ആണ്. സോ നമ്മുടെ അഫ്സൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അഫ്സൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഓപ്ഷൻ C. ഓക്കെ, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അഫ്സൽ പറഞ്ഞത് ഓപ്ഷൻ C കറക്റ്റ് ആൻസർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇവരുടെ ഫംഗ്ഷനും കൂടി ഒന്ന് നോക്കിക്കേ. mRNA എന്ന് വെച്ചാൽ എന്താ? mRNAയുടെ ഫുൾ ഫോം എന്താ? mRNAയുടെ ഫുൾ ഫോം നമ്മൾ മെസ്സഞ്ചർ RNA എന്നാ പറയാം അല്ലേ? മെസ്സഞ്ചർ RNA. എന്തുകൊണ്ടാണ് മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്? അതൊരു മെസ്സേജ് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെ നിന്നുള്ള മെസ്സേജ് ആണ്? DNA എന്നുള്ള മെസ്സേജ്. എന്തിനുള്ള മെസ്സേജ് ആണ്? പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ്. ഓക്കെ, അപ്പം നമ്മുടെ DNA-യിൽ പ്രോട്ടീൻ സിന്തസിസിനുള്ള ആ ഒരു ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? mRNA എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ rRNA ഓർ റൈബോസോമൽ RNA. റൈബോസോമൽ RNA എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ റൈബോസോമിൽ കാണുന്ന RNA ആയതുകൊണ്ട്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റൈബോസോം ആണ് അല്ലേ? റൈബോസോമിൽ കാണുന്ന RNA ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? rRNA എന്ന് പറയുന്നത്. ഓക്കെ, rRNA എന്ന് പറയുന്നത്. ദെൻ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ഓർ നമ്മുടെ ട്രാൻസ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ഓർ എന്തിനെയാണ്? ട്രാൻസ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് tRNA എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ RNA ആണ് അല്ലേ? ട്രാൻസ്ഫർ RNA ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അമിനോ ആസിഡ്സിനെ, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് tRNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഷേപ്പ് നോക്കിയിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, ലീനിയർ ആയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് mRNA ആയിരിക്കും. ഇതുപോലെ ഒരു ക്രോസിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് tRNA ആയിരിക്കും. ഇതുപോലെ 2 യൂണിറ്റ്സിൻ്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ അത് rRNA ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗർ നോക്കിയിട്ട് RNA ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. മെയിനായിട്ട് 3 ടൈപ്പ് RNA ആണുള്ളത്: mRNA, rRNA ആൻഡ് tRNA. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the information in column A
with the information in column B and choose the correct one. Okay, match the following ആണ് ആൻസർ. ഇത് നമ്മുടെ സെൻസേഷൻ്റെ ചാപ്റ്റർ, നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോളം എയ്ക്കകത്ത് കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ആൻഡ് കോളം ബിക്കകത്ത് അവരുടെ സെൻസറി മെക്കാനിസം ഓർ സെൻസറി ഓർഗൻ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ റാപ്പിഡ് റിവിഷൻ്റെ ഒക്കെ സമയത്ത് ഈ ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്സൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അഫ്സലിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. വേറെ ആരും ആൻസർ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ആൻസേഴ്സ് കൂടുതൽ ടൈപ്പ് ചെയ്തിടാനായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ? മാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആൻസർ വരിക എന്ന് നോക്കാം. ഓക്കെ, സോ ഇൻസെക്ട്സിൻ്റെ ഏതാ വരിക? ജേക്കബ്സൺസ് ഓർഗൻ ആണോ, ഐസ്പോട്ട് ആണോ, എക്കോലൊക്കേഷൻ ആണോ, ഒമറ്റീരിയ ആണോ? ഇൻസെക്ട്സിൻ്റെ വരിക, ഇൻസെക്ട്സിൻ്റെ ഏതാ വരിക? ഒമറ്റീരിയ അല്ലേ? ഒമറ്റീരിയ ആണ്. ഓക്കെ, ഇൻസെക്ട്സിൻ്റെ ഒമറ്റീരിയ ആണ് വരിക. ഇൻസെക്ട്സിൻ്റെ ഒമറ്റീരിയ, അതായത് പിയുടെ കൂടെ 4 വരും. ഓക്കെ, പിയുടെ കൂടെ 4 വരും. ദെൻ സ്നേക്സിൻ്റെ സെൻസറി ഓർഗൻ ഏതാ വരിക? സ്നേക്സിൻ്റെ സെൻസറി ഓർഗൻ ഏതാ വരിക? ജേക്കബ്സൺസ് ഓർഗൻ ആണ് അല്ലേ? ജേക്കബ്സൺസ് ഓർഗൻ ആണ് വരിക. സോ ക്യൂവിൻ്റേത് 1 വരും. ഓക്കെ, Q1, P4 ആൻഡ് Q1. ദെൻ യുഗ്ലീനയുടേത് ഐസ്പോട്ട് ആണ് വരിക. ഓക്കെ, അപ്പം ആർ എന്താണ്? 2 ആണ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരിക. ഓക്കെ, അപ്പം ഒന്ന് നോക്കിക്കേ. P4 വരുന്നത് ഇവിടെ 2 ഓപ്ഷനാണ്. അപ്പം നമുക്ക് ബി ആൻഡ് ഡി നോക്കിയാൽ മതി. ദെൻ Q1 ആൻഡ് R2. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, ഓപ്ഷൻ സി അല്ല. പിന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഇൻസെക്ട്സിൻ്റെ ഒമറ്റീരിയ, ദെൻ സ്നേക്കിൻ്റെ ജേക്കബ്സൺസ് ഓർഗൻ, യുഗ്ലീനയുടെ ഐസ്പോട്ട്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയ നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു പോർഷൻ, ഇതിപ്പോൾ ചിലപ്പം ഓർഗാനിസത്തിൻ്റെ പേര് മാറ്റി ചോദിക്കാം. ഓക്കെ, ഓർഗാനിസത്തിൻ്റെ പേര് മാറ്റി ചോദിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അമീബയുടെ എങ്ങനെയാണ് സെൻസേഷൻ അവർ ഡിറ്റക്ട് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് കെമിക്കൽസ്, അറൗണ്ടിലെ കെമിക്കൽസിൻ്റെ പ്രസൻസ് വഴിയാണ്. ആൻഡ് യുഗ്ലീനയിൽ കാണുന്നതാണ് ഐസ്പോട്ട് ഓർ സ്റ്റിഗ്മ. ദെൻ ഇൻസെക്ട്സിൽ കാണുന്നതാണ് ഒമറ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ ആൻറ്റിനയുണ്ട്. ഓക്കെ, ആൻറ്റിനയുണ്ട്. ദെൻ ബാറ്റിൽ കാണുന്നതാണ് എക്കോലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ഓർഗൻ. ഓക്കെ, എക്കോലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ഓർഗൻ. ദെൻ ഹോക്കിൽ കാണുന്നതാണ് ഐസ് വിത്ത് ഹൈ വിഷൻ. ഓക്കെ, ഹോക്കിൽ കാണുന്നതാണ് ഐസ് വിത്ത് ഹൈ വിഷൻ. സ്നേക്കിലുള്ളതാണ് ജേക്കബ്സൺസ് ഓർഗൻ. ദെൻ നമ്മുടെ ഡോഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പം ചോദിച്ചതുപോലെ ചിലപ്പം ഇവിടെ തന്നിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് മാറ്റിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Which are the parts of vestibular system? നമ്മുടെ 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ മാച്ച് ദ ഫോളോയിങ് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു? അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റിബുലാർ സിസ്റ്റത്തെ, നമ്മുടെ സെൻസേഷൻ്റെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വിച്ച് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം? നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് വെസ്റ്റിബുലാർ സിസ്റ്റം? വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇയർ അല്ലേ? നമ്മുടെ ഇയറിൻ്റെ അവിടെ വരുന്നതാണ് അല്ലേ? ഇയറിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയറിന് എത്ര ഫങ്ഷൻസ് ഉണ്ട്? ഇയറിന് മെയിനായിട്ട് 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹിയറിംഗ് അല്ലേ? ഹിയറിംഗ് പോസിബിൾ ആക്കുക. ദെൻ സെക്കൻഡ് ഫങ്ഷൻ എന്താ? സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫങ്ഷൻ ആണ് ബോഡി ബാലൻസിങ്. ഓക്കെ, ബോഡി ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? വെസ്റ്റിബുലാർ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ബോഡി ബാലൻസ് ആണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബോഡി ബാലൻസ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം? ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ പാർട്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബിൾ കോക്ലിയ, ദെൻ ഓപ്ഷൻ ബി കോക്ലിയ, വെസ്റ്റിബിൾ ഹെയർ സെൽസ്, ഓപ്ഷൻ സി സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ഹെയർ സെൽസ്, ദെൻ ഓപ്ഷൻ ഡി വെസ്റ്റിബ്യൂൾ സെമി സർക്കുലർ കനാൽസ്, ബേസിലാർ മെംബ്രെയിൻ. നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ഏതൊക്കെയാണ് വരിക? ആ ഫിഗർ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
വിച്ച് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം? ആൻസർ എന്താ വരിക? ആരും അനങ്ങുന്നില്ലല്ലോ, അറിയില്ലേ? ബി ആണോ? ബി അല്ല. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റിബുലാർ സിസ്റ്റം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്, നമ്മുടെ ഇന്നർ ഇയറിൽ വരുന്ന പോർഷനാണ്. ഓക്കെ, നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുമ്പം അതിനകത്ത് സെമി സർക്കുലാർ കനാൽസ് വരും. ഓക്കെ, സെമി സർക്കുലാർ കനാൽസ് വരും, ഈ ഹെയർ സെൽസ് വരും, ആൻഡ് അതുപോലെ യൂട്രിക്കിളും സാക്യൂളും ചേർന്നിട്ടുള്ള വെസ്റ്റിബ്യൂള് വരും. ഓക്കെ, അപ്പോൾ വെസ്റ്റിബുലാർ സിസ്റ്റത്തിനകത്ത് 3 ആൾക്കാരാണ് വരിക. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ആണ്, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാൽസ് ആണ്, ദെൻ തേർഡ് എന്ന് പറയുന്നത് ഹെയർ സെൽസ് ആണ്. ആൻഡ് ഓർക്കുക, ഈ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിൽ വരുന്ന ആൾക്കാരാണ്, ഇന്നർ ഇയറിൻ്റെ പോർഷനാണ്. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസ് വരുന്നത് ഏതാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്? സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്, സെമി സർക്കുലാർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, ഹെയർ സെൽസ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇത്രയും പേരാണ് നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ പാർട്സ്. ഓക്കെ, ആരൊക്കെയാണ്? സെമി സർക്കുലാർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് ഹെയർ സെൽസ്. ഓക്കെ, ദെൻ സോ ഈ ഫിഗേഴ്സ് നോക്കി വയ്ക്കുക. നമ്മുടെ ആ ഒരു സെൻസേഷൻ്റെ ചാപ്റ്ററിൽ ഒരുപാട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫിഗേഴ്സ് എല്ലാം നോക്കിയിട്ട് പോവുക. അത് മേ ബി ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കും, ചിലപ്പോൾ എന്തിനായിരിക്കും ചോദിക്കുക? ചിലപ്പോൾ ലേബലിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ എല്ലാ ഫിഗേഴ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ ഫിഗേഴ്സ് ഒക്കെ നോക്കി ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക ലാസ്റ്റ് ടൈമിൽ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് within a cell is given. Observe and answer the question. Okay, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് സ്റ്റേജ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് വിത്തിൻ എ സെൽ ഈസ് ഗിവൻ. ഒബ്സർവ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതിന് ഇതുപോലത്തെ ഒരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പിക്ചേഴ്സ് ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ, എല്ലാ പിക്ചേഴ്സും നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിൻ്റെ നെയിം എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, എന്താ നമ്മൾ പ്രോട്ടീൻ സിന്തസിസിനെ എന്താ പറയുക? ഐഡൻറ്റിഫൈ ആൻഡ് ദ നെയിം ദ സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഏതാണ് നമ്മൾ എന്താ പേര് പറയുക? പ്രോട്ടീൻ സിന്തസിസിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നാ പറയുക അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ അല്ല, ട്രാൻസ്ലേഷൻ. പ്രോട്ടീൻ സിന്തസിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷൻ അല്ല, പ്രോട്ടീൻ സിന്തസിസിൻ്റെ വരുന്ന ഒരു സ്റ്റേജാണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ ആദ്യം അവിടെ എന്തുണ്ടാകണം? mRNA ഉണ്ടാകണം അല്ലേ? mRNA ഉണ്ടാകണം. സോ ഇത് ന്യൂക്ലിയസ് ആണ്, ഈ കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? DNA ഉണ്ട്. DNA-ന്ന് ഒരാളുണ്ടായത്. ഓക്കെ, ഒരാളുണ്ടായി, എക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ആരാ ഈ എക്സ്? ആരാ? mRNA ആണ്. ഓക്കെ, mRNA ആണ്. സോ നമ്മുടെ DNA-ന്ന് mRNA ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് ഏതാണ്? ആദ്യം പ്രോട്ടീൻ സിന്തസിസിന് മുമ്പ് ആദ്യം എന്ത് നടക്കണം? mRNA ഉണ്ടാകണം. mRNA ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരെന്താ? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 1 മാർക്കിന് ചോദിച്ചതാണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് എക്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? എക്സ് ആരാണ്? എക്സ് mRNA ആണ് അല്ലേ? mRNA-യുടെ റോള് പ്രോട്ടീൻ സിന്തസിസിൽ mRNA-യുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് mRNA-യുടെ റോൾ? എന്താണ് പ്രോട്ടീൻ സിന്തസിസിൽ? mRNA എന്താ ചെയ്യുക? ദേ ക്യാരി ദ ഇൻഫോർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ് അല്ലേ? ദേ ക്യാരി ദ ഇൻഫോർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNA-നെ നമ്മൾ എന്തെന്നാ പറയുക? mRNA-നെ നമ്മൾ മെസ്സഞ്ചർ RNA എന്നാ പറയുക അല്ലേ? മെസ്സഞ്ചർ RNA. എന്തുകൊണ്ടാണ് മെസ്സഞ്ചർ RNA എന്ന് പറയുക? ബിക്കോസ് ദേ ക്യാരി ദ ഇൻഫോർമേഷൻ ഫ്രം DNA. പ്രോട്ടീൻ സിന്തസിസിനുള്ള ഇൻഫോർമേഷൻ, DNA-യിലുള്ള ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് mRNA എന്ന് പറയുന്നത്. ഓക്കെ, mRNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതും 1 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1 മാർക്കിന് ചോദിച്ചതാണ്. ദെൻ ഇതാണ്
നമ്മുടെ ആ ഒരു ഇമേജ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സ്റ്റേജസ് ഉണ്ട്. പ്രോട്ടീൻ സിന്തസിസിന് മെയിനായിട്ട് 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DNA-ന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. DNA-ന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ആൻഡ് അത് നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിലാണ് നടക്കുന്നത്. ദെൻ അങ്ങനെ ഉണ്ടായ mRNA എവിടെ വരും? സൈറ്റോപ്ലാസത്തിൽ വരും. ഓക്കെ, ആ mRNA-യിലുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഓക്കെ എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിൽ നമ്മുടെ റൈബോസോം ആരെ ഉണ്ടാക്കും? പ്രോട്ടീനിനെ ഉണ്ടാക്കും. ഓക്കെ, പ്രോട്ടീനിനെ ഉണ്ടാക്കും. ആരെ യൂസ് ചെയ്തിട്ടാണ്? അമിനോ ആസിഡ്സിനെ യൂസ് ചെയ്തിട്ട്. അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കും. ആരാ ഉണ്ടാക്കുന്നത്? റൈബോസോം ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് അവിടെ വരുന്ന ആളാണ് tRNA എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ട അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആളാണ് tRNA ഓർ ട്രാൻസ്ഫർ RNA. ആൻഡ് റൈബോസോമിൽ കാണുന്ന RNA ആണ് rRNA. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന് 2 സ്റ്റേജസ് ഉണ്ട്. പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ 2 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. DNA-ന്ന് mRNA ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാക്ട് പ്രോട്ടീൻ സിന്തസിസ്, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ട്രാൻസ്ലേഷനിലാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. പ്രോട്ടീൻസിനെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? അമിനോ ആസിഡ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആൻഡ് പ്രോട്ടീൻസിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് ആരാണ്? tRNA ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആണ്. ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് ആരാണ്? റൈബോസോം ആണ്. റൈബോസോമിൽ കാണുന്ന RNA ആണ് rRNA. ആൻഡ് ഈ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആ ലൊക്കേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ആൻഡ് ട്രാൻസ്ലേഷൻ എവിടെയാണ് നടക്കുന്നത്? അത് സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടുന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫിഗറും കൂടി പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് റീസൺ. ഓക്കെ, ഗീവ് റീസൺ. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുക. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് അഫക്ട്സ് മെയിൽ മോർ ഫ്രീക്വൻറ്റ്ലി ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് കോൺസെൽസ് പ്രൊവൈഡ് കളർ വിഷൻ കൊടുക്കുന്നത് ആരാണ്? കോൺസെൽസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ബ്ലൈൻഡ്നെസ് അഫക്ട്സ് മെയിൽസ് മോർ ഫ്രീക്വൻറ്റ്ലി. മെയിൽസിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് അഫക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതായത് എന്താണ്? നമ്മുടെ സെക്സ് ക്രോമസോം, എക്സ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോമിന് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസാണ്. ഇപ്പം നമ്മൾ മെയിൽസിൻ്റെ കേസിൽ മെയിൽസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെയിൽസിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വരിക? XY എന്നാണ് വരിക. ആൻഡ് ഫീമെയിൽസിൻ്റെ എങ്ങനെയാണ് വരിക? XX എന്നാണ് വരിക. ഓക്കെ, XX എന്നാണ് വരിക. സോ ഇത് എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് പറഞ്ഞു അല്ലേ, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ മെയിൽസിൽ ഇങ്ങനെ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, എക്സ് ക്രോമസോം ഉണ്ട്. ഇത് ഡിഫക്റ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഉണ്ട്. പക്ഷേ ഫീമെയിൽസിലും ഉണ്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം ഉണ്ട്. ഓക്കെ, മെയിൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ. ആൻഡ് അതെന്താണ്? ഡിഫക്റ്റീവ് ആണ്. പക്ഷേ ഇവിടെ ഫീമെയിൽസിൻ്റെ കേസ് നോക്കിയാൽ ഒരെണ്ണം ഡിഫക്റ്റീവ് ആണെങ്കിലും നോർമൽ ആയിട്ടുള്ള വേറെ ഒരെണ്ണം ഉണ്ട്. അപ്പം ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതിൻ്റെ എഫക്റ്റ് അവിടെ വരില്ല. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം ഉള്ള കാരണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോമിൻ്റെ എഫക്റ്റ് അവിടെ വരില്ല. അപ്പോൾ ഫീമെയിൽസിൽ 2 എക്സ് ഉള്ള കാരണം, 2ഉം എക്സ് ക്രോമസോം ആയത് കാരണം അവരിൽ ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് വരാൻ ചാൻസ് കുറവാണ്. മെയിൽസിന് ഒരു എക്സ് മാത്രമേ ഉള്ളൂ. സോ ആ ഉള്ള എക്സ് എന്താണ്? ഡിഫക്റ്റഡ് ആണെങ്കിൽ മെയിൽസിൽ ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ എന്താണ്? കോൺസെൽസ് പ്രൊവൈഡ് കളർ വിഷൻ. നമുക്കറിയാം കളർ വിഷൻ, നമുക്ക് വിഷൻ പോസിബിൾ ആക്കുന്നത് അല്ലെങ്കിൽ കളേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? കോൺസെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് analyze the statement about the 2 fluids. Okay, analyze the statements
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ടു ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് വാട്ടറി ഫ്ലൂയിഡ്, ദെൻ രണ്ട് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. നമുക്കറിയാം നമ്മുടെ ഐസിൽ വാട്ടറി ഫ്ലൂയിഡും ഉണ്ട്, അത് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡും ഉണ്ട്. രണ്ട് ചേമ്പേഴ്സ് ഉണ്ടല്ലേ ഐസിന്. ഓക്കെ, നമ്മുടെ ഐസിന് രണ്ട് ചേമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരു ചേമ്പറിൽ എന്താ കാണുന്നത്? ഒരു ചേമ്പറിൽ വാട്ടറി ഫ്ലൂയിഡ് ആണ് കാണുക, മറ്റേ ചേമ്പറിൽ എന്താണ് കാണുക? ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് കാണുക. ഓക്കെ, അപ്പോൾ അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ടു ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് നെയിംസ് ഓഫ് ഫ്ലൂയിഡ് എ ആൻഡ് ഫ്ലൂയിഡ് ബി. ഫ്ലൂയിഡ് എ ഏതാണ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ബി ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് ചേമ്പേഴ്സ് ആണല്ലോ ഉള്ളത്, അക്വസ് ചേമ്പറും അതുപോലെ തന്നെ വിട്രസ് ചേമ്പറും. അപ്പോൾ അവരിൽ കാണുന്ന ആ ഒരു ഫ്ലൂയിഡും എന്താണ്? രണ്ട് ടൈപ്പ് ഫ്ലൂയിഡ് ഉണ്ട്, ഒന്ന് അക്വസ് ഹ്യൂമറും അതുപോലെ തന്നെ വിട്രസ് ഹ്യൂമറും. ഇതിൽ ഒരെണ്ണം എന്താണ്? വാട്ടറി ഫ്ലൂയിഡും മറ്റേത് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വാട്ടറി ഫ്ലൂയിഡ് ഏതാണ്, ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യണം. സോ വാട്ടറി ഫ്ലൂയിഡ് ഏതാണ്? അക്വസ് ഹ്യൂമർ ആണ് വാട്ടറി ഫ്ലൂയിഡ്. ഓക്കെ, അക്വസ് ഹ്യൂമർ ആണ് വാട്ടറി ഫ്ലൂയിഡ്. ആൻഡ് നമ്മുടെ വിട്രസ് ഹ്യൂമർ ആണ് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. ഓക്കെ, വിട്രസ് ഹ്യൂമർ ആണ് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. അപ്പം എ ഏതാണ്? അക്വസ് ഹ്യൂമർ ആണ്. ആൻഡ് ബി ഏതാണ്? വിട്രസ് ഹ്യൂമർ ആണ്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദിസ് ഫ്ലൂയിഡ്? ഓക്കെ, അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അക്വസ് ഫ്ലൂയിഡിൻ്റെ ഓർ അക്വസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ലെൻസിനും കോർണിയയ്ക്കും ഒക്കെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ ഐ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. ദെൻ വിട്രസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഐബോളിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിട്രസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി വയ്ക്കുക. രണ്ട് ചേമ്പേഴ്സ് ആണ് ഉള്ളത്, ഐക്ക് നമ്മുടെ രണ്ട് ചേമ്പേഴ്സ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ അക്വസ് ചേമ്പർ. ഓക്കെ, അക്വസ് ചേമ്പർ. ആൻഡ് ഇതെന്താണ്? നമ്മുടെ വിട്രസ് ചേമ്പറാണ്. ഓക്കെ, വിട്രസ് ചേമ്പറാണ്. ആൻഡ് അക്വസ് ചേമ്പറിൻ്റെ ഉള്ളിൽ കാണുന്ന വാട്ടറി ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ. ആൻഡ് വിട്രസ് ചേമ്പറിൻ്റെ ഉള്ളിൽ കാണുന്ന ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് വിട്രസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ലെൻസിനും കോർണിയയ്ക്കും ഒക്കെ ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. നമ്മുടെ വിട്രസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഐബോളിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിട്രസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ജെനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജെനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് കണ്ടക്ടഡ് ബൈ ഗ്രിഗർ മെൻഡൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. F1ൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഇല്ലുസ്ട്രേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പേരൻ്റൽ പ്ലാന്റ്സ് ഏതാണ്? ഗ്രീൻ കളേർഡ് പോഡും അതുപോലെ തന്നെ പോഡ് കളർ ഇവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ കളേർഡ് പോഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഗമീറ്റ്സ് ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും. അപ്പോൾ F1ൽ എന്തായിരിക്കും ഉണ്ടാവുക? F1ൽ ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ജി സ്മോൾ ജി. ഇതല്ലേ F1ൻ്റെ ജീനോടൈപ്പ്. ഓക്കെ, F1ൻ്റെ ജീനോടൈപ്പ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അല്ലേ? റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ജി സ്മോൾ ജി. അപ്പോൾ ആ ക്യാപിറ്റൽ ജി സ്മോൾ ജി എന്ന് പറയുന്ന ജീനോടൈപ്പിൻ്റെ ഫീനോടൈപ്പ് ഏതാ? ഇവിടെ ഡോമിനൻ്റ് അല്ലീലുണ്ട് അല്ലേ? ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഡോമിനൻ്റ് അല്ലീലുണ്ട്. സോ അതായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ ഗ്രീൻ കളേർഡ് പോഡായിരിക്കും. അപ്പോൾ ഫീനോടൈപ്പ് എന്താ വരിക? ഗ്രീൻ കളേർഡ് പോഡ്. ഓക്കെ, ഗ്രീൻ കളേർഡ് പോഡായിരിക്കും ഫീനോടൈപ്പ് വരിക. ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ജി സ്മോൾ ജി. Then B, illustrate the self pollination of F1. ഓക്കെ, അപ്പോൾ ഇവിടെ F1ന് നമുക്ക് ക്യാപിറ്റൽ ജി സ്മോൾ ജി എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ എന്താണ്? F1 ക്രോസ് F1 ചെയ്യാൻ പോവുക. F1 ക്രോസ് F1 അതായത് എന്താണ്? ക്യാപിറ്റൽ ജി F1 ക്രോസ് F1 എന്ന് പറയുമ്പം ക്യാപിറ്റൽ ജി സ്മോൾ ജി ക്രോസ് ക്യാപിറ്റൽ ജി സ്മോൾ ജി. ഇവിടുന്ന് എങ്ങനെയായിരിക്കും ഗമീറ്റ്സ് ഉണ്ടാവുക?
ഇങ്ങനെ ഒരു ഗമീറ്റ് ഇവിടുന്നും ഇങ്ങനെ ഒരു ഗമീറ്റ്, ഇങ്ങനെ രണ്ട് ഗമീറ്റ്സ് ഇവിടുന്നും ഉണ്ടാവും. ഓക്കെ, ദെൻ അവർ ഫ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും F2-ൽ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുക? ക്യാപിറ്റൽ G, ദെൻ ക്യാപിറ്റൽ G, സ്മോൾ g, ഇവിടെ വരുമ്പോൾ ക്യാപിറ്റൽ G, സ്മോൾ g, ദെൻ സ്മോൾ g. ഇങ്ങനെയല്ലേ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുക. നമ്മളോട് ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇല്ലുസ്ട്രേറ്റ് ദ സെൽഫ് പോളിനേഷൻ ഓഫ് F1 ക്രോസ് F1 ചെയ്യുമ്പോൾ നമുക്ക് F2-ൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, ഇതാണ് F2. ഇനി ഇതിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും ഒന്ന് എഴുതിയാലോ? ഇതെന്തായിരിക്കും? ഇത് ഗ്രീൻ പോഡായിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗ്രീൻ പോഡായിരിക്കും. ദെൻ ക്യാപിറ്റൽ G, സ്മോൾ g എന്ന് പറയുന്നതും ഇതും ഗ്രീൻ പോഡായിരിക്കും. ദെൻ ഇതും ഗ്രീൻ പോഡാണ്. ആൻഡ് ഇതെന്താണ്? യെല്ലോ പോഡാണ്. ഓക്കെ, യെല്ലോ അല്ലേ? ഓക്കെ, അത് യെല്ലോ പോഡാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ കിട്ടുന്നത്? ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 എന്ന് കിട്ടും. അതായത് 3 green is to 1 yellow. ഓക്കെ, 3 green is to 1 yellow എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 എന്ന് പറയുന്നത് എന്താണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ദെൻ ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാ? 1:2:1. ഓക്കെ, ജീനോട്ടിപ്പിക് റേഷ്യോ എന്തെന്ന് കിട്ടും? ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രോസ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെയും ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെയും ക്രോസ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഈ ഒരു ഫിഗർ നോക്കി വെച്ചേക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഫിഗറാണ്. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. നോക്കിക്കേ, ഫസ്റ്റ് എന്താണ്? പേരൻസിൽ ഇവിടെ ഒരു ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും. ടോൾ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ഇത് സ്മോൾ ടി. അവിടുന്ന് ഗമീറ്റ്സ് ഉണ്ടായി. എന്താണ്? അവിടെ ക്യാപിറ്റൽ ടി ഉണ്ടായി, ഇവിടെ സ്മോൾ ടി ഉണ്ടായി. അത് ഫ്യൂസ് ചെയ്തപ്പം F1-ൽ എന്ത് കിട്ടി? മൊത്തം ടോൾ പ്ലാന്റ്സ് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ സെൽഫ് പോളിനേഷൻ, F1-നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഗമീറ്റ്സ് ഉണ്ടായി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടായത് ഒരു ടൈപ്പ് ഗമീറ്റ് ഇവിടെ ഉണ്ടായുള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടായപ്പോൾ 2 ടൈപ്പ് ഗമീറ്റ് ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള 2 അല്ലീൽസും സെയിം ആണ്. ഓക്കെ, രണ്ടും ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഒരൊറ്റ ടൈപ്പ് ഗമീറ്റേ അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും രണ്ടും സ്മോൾ ടി ആയതുകൊണ്ട് ഇവിടെയും ഒരൊറ്റ ടൈപ്പ് ഗമീറ്റേ ഉണ്ടാവുള്ളൂ. അവർ ഫ്യൂസ് ചെയ്തപ്പോൾ F1-ൽ ഇങ്ങനെ കിട്ടി. പക്ഷേ ഇവിടെ നോക്കിക്കേ, നമ്മൾ F1-നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, 2 അല്ലീലും 2 ടൈപ്പ് ആണല്ലേ? 2 ടൈപ്പ് അല്ലീൽസ് ആണ്. സോ അവിടെ 2 ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും ഉണ്ടാവും, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയല്ലേ വരിക? ഇവിടെ ക്യാപിറ്റൽ ടി വരും, ഇവിടെ സ്മോൾ ടി വരും. ദെൻ F2-ൽ ഇവരെന്ത് ചെയ്യാണ്? ഫ്യൂസ് ചെയ്യുമ്പോൾ ഇതെന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇങ്ങനെയാണ് പോയേക്കുന്നത്. ക്യാപിറ്റൽ ടി ആയിരിക്കും. ആൻഡ് ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതും ടോൾ ആയിരിക്കും അല്ലേ? ഇത് ടോൾ ആയിരിക്കും. ദെൻ പിന്നെ ഇവിടെ ഇത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആ വരിക. ഇങ്ങനെയല്ലേ? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതും ടോൾ ആയിരിക്കും. ദെൻ സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഇത് ഡ്വാർഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെയും ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെയും ഇല്ലുസ്ട്രേഷൻ പഠിച്ചിട്ട് പോവുക. ക്രോസ് വരയ്ക്കാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. ആൻഡ് അതുപോലെ തന്നെ ഗമീറ്റ്സ്, അല്ലീൽസ്, ജീനോടൈപ്പ് തരുമ്പോൾ അതിനകത്തുനിന്ന് അല്ലീൽസ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് ജീനോടൈപ്പെങ്കിൽ, ക്യാപിറ്റൽ ടി ആണ് ജീനോടൈപ്പെങ്കിൽ, രണ്ടും ഒരേപോലെ അല്ലേ? രണ്ടും ഒരേപോലെ ആണെങ്കിൽ ഇവിടെ ഒരൊറ്റ ടൈപ്പ് ഗമീറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പം ഇവിടെ നോക്കിയാൽ ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും, രണ്ടും 2 ടൈപ്പ് അല്ലല്ലോ, ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റെസസീവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവുമെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഗമീറ്റ്സ് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ മുമ്പേ കണ്ടത് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഡൈഹൈബ്രിഡ് ക്രോസ് കണ്ടക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് പീ പ്ലാന്റ് ആൻഡ് ദ കളർ ഓഫ് പോഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ട്രേറ്റ്സ്, 2 ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുക. മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഒന്നെങ്കിൽ പ്ലാന്റിൻ്റെ ഹൈറ്റ്, അല്ലെങ്കിൽ പോഡിൻ്റെ കളർ, അല്ലെങ്കിൽ പോഡിൻ്റെ ഷേപ്പ്, ഏതെങ്കിലും ഒരു ക്യാരക്ടറെ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഡൈഹൈബ്രിഡ് ക്രോസിൽ എന്താണ്? നമ്മൾ 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുക അല്ലേ? 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്.
അപ്പം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഹൈറ്റും അതുപോലെ തന്നെ എന്താണ് കളർ ഓഫ് പോഡിൻ്റെ കളറുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. പേരൻറ്റ് പ്ലാന്റ്, ഫസ്റ്റ് പേരൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്. മറ്റെന്ന് പറയുന്നത് ഡ്വാർഫ് വിത്ത് യെല്ലോ പോഡ്. ഇത് ഡോമിനൻറ്റും ഇത് റെസസീവും ആണ്. അവിടുന്ന് ഗമീറ്റ്സ് ഉണ്ടായി, ഫ്യൂസ് ചെയ്തു, F1 ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. F1ൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എങ്ങനെയായിരിക്കും ഫ്യൂസ് ചെയ്ത് F1 എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ക്യാപിറ്റൽ T, ഇത് ക്യാപിറ്റൽ T ക്യാപിറ്റൽ G ആണ് അല്ലേ? ക്യാപിറ്റൽ T ക്യാപിറ്റൽ ജിയും സ്മോൾ ടി സ്മോൾ ജിയും. അപ്പോൾ ഇങ്ങനെയല്ല വരിക, ക്യാപിറ്റൽ T സ്മോൾ ടി ക്യാപിറ്റൽ G സ്മോൾ ജി, ഇങ്ങനെയല്ലേ F1 വരിക? F1 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ T സ്മോൾ ടി, ക്യാപിറ്റൽ T ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ T സ്മോൾ ടി ക്യാപിറ്റൽ G സ്മോൾ ജി ആയിരിക്കും അല്ലേ? ക്യാപിറ്റൽ G സ്മോൾ ജി ആയിരിക്കും. ദെൻ അതിൻ്റെ ഫീനോടൈപ്പ് എന്താ വരിക? ഫീനോടൈപ്പ് എന്ന് പറയുമ്പം രണ്ടും ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പോൾ ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡായിരിക്കും. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡായിരിക്കും. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡായിരിക്കും. അതാണ് അതിൻ്റെ ഫീനോടൈപ്പ് വരിക. ഓക്കെ, എന്താ വരിക? ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ് ആണ് ഫീനോടൈപ്പ് വരിക. ദെൻ ബി ക്വസ്റ്റ്യൻ, വെൻ ദ F1 ജനറേഷൻ ഈസ് സെൽഫ് പോളിനേറ്റഡ്, വാട്ട് ന്യൂ ട്രേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ F2 ജനറേഷൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേരൻറ്റ് പ്ലാന്റ്സ്? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ? F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുക, അതായത് F1 ക്രോസ് F1 ചെയ്യുക. ഓക്കെ, F1 ക്രോസ് F1 ചെയ്യുക, അതായത് നമ്മുടെ ഇങ്ങനെ ക്രോസ് എങ്ങനെയാണ് വരിക? ക്രോസ് ക്യാപിറ്റൽ T സ്മോൾ ടി ക്യാപിറ്റൽ G സ്മോൾ ജി ക്രോസ് ക്യാപിറ്റൽ T സ്മോൾ ടി ക്യാപിറ്റൽ G സ്മോൾ ജി, ഇങ്ങനെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പേരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ലാതെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എഴുതിയത്? പേരൻസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? പേരൻസ് എങ്ങനെയാണ് വന്നിരുന്നത്? പേരൻസ് എങ്ങനെയാണ് വരുന്നത്? ടോൾ ഗ്രീൻ അല്ലേ? ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്. ഓക്കെ, അത് ഒരു പേരൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പേരൻ്റ് എങ്ങനെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡാണ്. ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡാണ് ഒരു പേരൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പേരൻ്റ് എങ്ങനെയാണ്? സെക്കൻഡ് പേരൻ്റ് ഡ്വാർഫ് വിത്ത് യെല്ലോ പോഡ് അല്ലേ? ഡ്വാർഫ് വിത്ത് യെല്ലോ പോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? F2 ജനറേഷനിൽ എന്താ? ഈ പേരൻ്റൽസ് അല്ലാതെ, ഇത് രണ്ടും പേരൻസിൻ്റെ ക്യാരക്ടേഴ്സാണ്. പേരൻസ് അല്ലാതെ പുതിയ 2 കോമ്പിനേഷൻ കൂടി വരും, പുതിയ 2 വെറൈറ്റീസ് റീകോമ്പിനേഷൻസും കൂടി വരും. അതിങ്ങനെയായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് വിത്ത് യെല്ലോ പോഡ്. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് യെല്ലോ പോഡും, ഒന്നെന്ന് പറയുന്നത് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡും ആയിരിക്കും. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്. പേരൻ്റൽസിന് F2 ജനറേഷനിൽ പേരൻ്റൽസിനെ കൂടാതെ പുതിയതായിട്ട് വരുന്ന 2 കോമ്പിനേഷനാണ് ഇത്. ടോൾ പ്ലാന്റ് വിത്ത് യെല്ലോ പോഡും ഡ്വാർഫ് പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡും. ഓക്കെ, ഇതിനെ നമ്മൾ റീകോമ്പിനൻസ് എന്ന് പറയും. ഇത് റീകോമ്പിനൻസ് പുതിയതായിട്ട് വന്നതല്ലേ? പുതിയതായിട്ട് വന്നതായതുകൊണ്ട് നമ്മൾ ഇതിനെ റീകോമ്പിനൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഡൈഹൈബ്രിഡ് ക്രോസും മോണോഹൈബ്രിഡ് ക്രോസും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഇനി അതിനൊരു സി പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നോക്കിക്കേ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രേറ്റ്സ് ഇൻ F2 ജനറേഷൻ? നമ്മൾ F1 ജനറേഷനിൽ കാണാത്ത പുതിയ ട്രേറ്റ്സ് F2 ജനറേഷനിൽ വരാനുള്ള കാരണം എന്താണ്? അതിന് നമ്മുടെ മെൻ്റൽ ഒരു ലോ ഒക്കെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല വേറൊരു ട്രേറ്റ് മൂവ് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലോ നിങ്ങൾ ഈ ഒരു മെൻ്റലിൻ്റെ പോസ്റ്റുലേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ ഒരു പോസ്റ്റുലേറ്റ് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? വെൻ 2 or more different traits are combined അല്ലേ? 2 ട്രേറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ട്രേറ്റ് ആണ്, അതുപോലെ തന്നെ യെല്ലോ അല്ലെങ്കിൽ ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ട്രേറ്റ് ആണ്.
അതുപോലെ തന്നെ ഗ്രീൻ പോഡ് എന്ന് പറയുന്നത് വേറൊരു ട്രേറ്റ്. ആ രണ്ട് ട്രേറ്റും കൂടെ എന്താണ് ഒരു പ്ലാന്റിൽ കമ്പൈൻ ചെയ്തേക്കുക അല്ലേ. വെൻ 2 or more different traits are combined, each trait inherited independently to the next generation. ഓക്കെ, അപ്പോൾ അടുത്ത ജനറേഷനിൽ ഇപ്പം ഒരു പ്ലാന്റിൽ ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ് ആണെങ്കിൽ, ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഈ ടോൾനെസ് എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും ഗ്രീൻ പോഡിൻ്റെ കൂടെ പോകുള്ളൂ എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇവർ ഇൻഡിപെൻഡൻ്റാ. ടോളിന് വേറെ പ്ലാന്റിൽ പോവാം, ഗ്രീനിന് വേറെ പ്ലാന്റിൽ പോവാം. അതുപോലെ തന്നെ ഡ്വാർഫ് വിത്ത് യെല്ലോ, ഈ ഡ്വാർഫ് പ്ലാന്റിൽ മാത്രമേ യെല്ലോ പോഡ് ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്താണ് ടോൾ പ്ലാന്റിലും യെല്ലോ പോഡ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഡാർക്ക് പ്ലാന്റിൽ ഗ്രീൻ പ്ലാന്റും ഉണ്ടാകാം. അതായത് ട്രേറ്റ്സ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്, ട്രേറ്റ്സ് അസോർട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെന്റ് എന്ന് നമ്മൾ പറയുക. Okay, when 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other, or a pair of alleles in an organism does not influence the separation of the another pair of alleles. Okay, അപ്പോൾ ഈ ഒരു പോസ്റ്റുലേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. മെൻ്റലിൻ്റെ ഒരു പോസ്റ്റുലേറ്റ് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് കോമ്പിനേഷൻസ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാണ്, അപ്പം പ്ലസ് ചിക്കൻ, ഇതൊരു കോമ്പിനേഷൻ അല്ലേ, അപ്പം പ്ലസ് ചിക്കൻ. ദെൻ ചപ്പാത്തി പ്ലസ് എഗ്ഗ്. ഓക്കെ, നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എപ്പോഴും ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ചിക്കനും കഴിക്കാം, അതുപോലെ തന്നെ എന്താണ് എഗ്ഗും കഴിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഓൾവേസ് നമ്മൾ എഗ്ഗ് മാത്രമേ കഴിക്കുകയുള്ളൂ? അല്ല, ചപ്പാത്തിയുടെ കൂടെ നമുക്ക് എഗ്ഗും കഴിക്കാം, അതുപോലെ തന്നെ ചിക്കനും കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ, അതങ്ങനെ കഴിക്കാവുള്ളൂ എന്നില്ല. അതുപോലെ തന്നെയാണ് ടോൾ പ്ലാന്റിൻ്റെ കൂടെ യെല്ലോ പോഡിനും പോവാം, ഗ്രീൻ പോഡിനും പോവാം. ഡോർഫ് പ്ലാന്റിൻ്റെ കൂടെ ഗ്രീൻ പോഡിനും പോവാം, യെല്ലോ പോഡിനും പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേറ്റ്സ്, ഒരു ട്രേറ്റ് മറ്റൊരു ട്രേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. Redraw the diagram of eye and answer the question. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐയുടെ ഡയഗ്രാം റീഡ്രോ ഒക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഫോർ റീഡ്രോയിങ്. അപ്പോൾ എന്താണ് ഇതുപോലെ ഒരു പിക്ചർ കാണാം. അപ്പം സെൻസേഷൻ്റെ ചാപ്റ്ററിൽ നിങ്ങളൊന്ന് വരയ്ക്കാൻ പഠിക്കേണ്ടത് ഈ ഒരു ഇത് വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇയറിൻ്റെ ഫിഗർ അതും നോക്കി വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക. ഫിഗർ തരും, അത് നോക്കി വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഫിഗർ, അതുപോലെ തന്നെ നമ്മുടെ ഇയറിൻ്റെ ഫിഗർ അത് നോക്കി വെച്ചേക്കുക. ഓക്കെ, ദെൻ റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം ഈ ഫിഗർ നോക്കി വരയ്ക്കുക. ദെൻ നെയിം ദ പാർട്സ് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്താണ്, ബി എന്താണ്? എ എന്താണ്, ബി എന്താണ്? എ എന്താ? എ സിലിയറി മസിൽസ് ആണ് അല്ലേ. എ എന്ന് പറയുന്നത് സിലിയറി മസിൽസ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് സിലിയറി മസിൽസ് ആണ്, സിലിയറി മസിൽസ്. ദെൻ ബി എന്താണ്? ബി എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ആണ്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട്, ബി എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ആണ്. ഓക്കെ, അപ്പം എയും ബിയും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ബി, how does the part A regulate the curvature of lens when looking at nearby object? Okay, അപ്പോൾ എ എന്ന് പറയുന്നത് സിലിയറി മസിൽസ് ആണ്. സിലിയറി മസിൽസ് എങ്ങനെയാണ് നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിനെ നമ്മൾ നിയർ ബൈ ഒബ്ജക്റ്റിൽ, അതാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിയർ ബൈ ഒബ്ജക്റ്റ്. how does the ciliary muscles regulate the curvature of lens when looking at nearby object? നമ്മൾ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സിലിയറി മസിൽസ് എങ്ങനെയാണ് ലെൻസിൻ്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി വെക്കുക. ഓക്കെ, നമ്മളോട് നിയർ ബൈ ഒബ്ജക്റ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നിയർ ബൈ ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും. ഓക്കെ, സിലിയറി മസിൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. സിലിയറി മസിൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ദെൻ എന്താണ്
അപ്പോൾ ലിഗമെന്റ്സിന് സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ഓക്കെ, ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ലിഗമെന്റ്സ് ലൂസൺ. ഓക്കെ, ലിഗമെന്റ്സ് ലൂസൺ. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ എന്ത് ചെയ്യും? കർവേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഇത് രണ്ടും നോക്കി വയ്ക്കുക. നമ്മൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെയും അതുപോലെ തന്നെ നിയർ ബൈ ഒബ്ജക്റ്റിനെയും നോക്കുന്ന സമയത്ത് സിലിയറി മസിൽസിനും ലിഗമെന്റ്സിനും ലെൻസിനും വരുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ നിയർ ബൈ ഒബ്ജക്റ്റിലാണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും, ലിഗമെന്റ്സ് ലൂസൺ ചെയ്യും, ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. ദെൻ നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നോക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. ഓക്കെ, സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യും, ദെൻ ലെൻസിൻ്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ നോക്കി വെച്ചേക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the statement which is not the characteristic of DNA and choose the correct option from the given statement. Okay, അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ DNA-യുടെ ക്യാരക്ടർ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ DNA-യുടെ ക്യാരക്ടർ അല്ലാത്തത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇവിടെ ABCD എന്ന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 2 strands ആർ പ്രസന്റ്. DNA-ക്ക് 2 strands ഇല്ലേ? DNA-ക്ക് 2 strands ഉണ്ട്. സോ അത് ശരിയാണ്. ദെൻ അഡിനിൻ, തൈമിൻ, യൂറാസിൽ ആൻഡ് ഗ്വാനിൻ ആർ ദ നൈട്രജൻ ബേസസ്. ഇതാണോ നൈട്രജൻ ബേസസ്? നമ്മുടെ DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസസ് ഇതൊക്കെയാണോ? അഡിനിൻ, തൈമിൻ, യൂറാസിൽ ആൻഡ് ഗ്വാനിൻ. ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? യൂറാസിൽ എവിടെയാണ് കാണുന്നത്? യൂറാസിൽ RNA-യിലാണ് കാണുന്നത്, DNA-യിലല്ല അല്ലേ? DNA-യിലല്ല, RNA-യിലാണ് കാണുന്നത്. സോ യൂറാസിലിന് പകരം ആരെവിടെ കാണുന്നത്? DNA-യിൽ സൈറ്റോസിനാണ് കാണുന്നത്. സോ ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ്, നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഷുഗർ ഡിയോക്സി റൈബോസ്. അത് കറക്റ്റ് ആണല്ലേ? DNA-യിൽ കാണുന്ന ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെക്കൻഡ് ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ആൻസർ പിക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഓപ്ഷൻ സി വരും. ഓക്കെ, ഓപ്ഷൻ സി 2 only ആണ് ആൻസർ വരിക, 2 only. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ DNA-യുടെ സ്ട്രക്ചർ നോക്കി വയ്ക്കുക, ഈ ഒരു പോർഷൻ നോക്കി വയ്ക്കുക. എന്താണ് DNA? എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്. സോ ഈ ഒരു സംഗതികളെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ, മിസ് ഔട്ട് ചെയ്യരുത്, നോക്കി വയ്ക്കുക. DNA-യുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഏത് നൈട്രജൻ ബേസ് ആരുമായിട്ടാണ് പെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിസ് പറയാം. നമ്മുടെ DNA എന്ന് പറയുന്നത് എന്താണ്? DNA എന്ന് പറയുന്നത് ഷുഗറും DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസുകളാണ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അഡിനിൻ ആരുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ? അഡിനിൻ തൈമിനുമായിട്ടേ പെയർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഗ്വാനിൻ ആരുമായിട്ടേ പെയർ ചെയ്തിട്ടുള്ളൂ? സൈറ്റോസിനുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ. നമ്മുടെ RNA-യിലാണെങ്കിൽ സൈറ്റോസിന് പകരം യൂറാസിലായിരിക്കും കാണുക. ദെൻ പിന്നെ എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്താണ്? നമ്മുടെ DNA-യുടെ ബേസിക് യൂണിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക, ഈ ഒരു ഫിഗർ പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ജനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എ ക്രോസ് ബിറ്റ്വീൻ എ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗ്രിഗർ മെൻഡൽ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് എ ക്രോസ് ബിറ്റ്വീൻ വൈറ്റ് ഫ്ലവർ. ഓക്കെ, RR cross RR, capital R cross small r. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് F1. അപ്പോൾ ഇതുപോലെയുള്ള ക്രോസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം മോണോ ഹൈബ്രിഡ് ക്രോസും അതുപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസും പഠിച്ചിട്ട് പോവുക. ക്രോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതിനകത്തുനിന്ന് മിക്കവാറും ഇതുപോലെ തന്നെ ഫീനോടൈപ്പ് ഏതാണ്, ജീനോടൈപ്പ് ഏതാണ് എന്ന് എഴുതാനായിരിക്കും വരിക. അല്ലെങ്കിൽ ഗമീറ്റ്സ്, ഒരു ജീനോടൈപ്പ് തന്നിട്ട് അതിനകത്തുനിന്ന് ഗമീറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുകയാണ്. ഇതിൻ്റെ F1-ൽ എങ്ങനെയായിരിക്കും വരിക? ക്യാപിറ്റൽ R
അല്ലെങ്കിൽ ഈ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ F1-ൽ എങ്ങനെയായിരിക്കും വരിക? ക്യാപിറ്റൽ R സ്മോൾ r എന്നായിരിക്കും വരിക. ഇതാണ് ജീനോടൈപ്പ് അല്ലേ? അപ്പോൾ ജീനോടൈപ്പ് എന്താ? ഈ ഒരു F1-ന്റെ റൈറ്റ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് F1. ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ R സ്മോൾ r ആണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ R ഉണ്ടല്ലേ, ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലീലുണ്ട്. അപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും അവിടെ എക്സ്പ്രസ് ആകുക. അപ്പോൾ ഇതെന്താണ്? റെഡ് ഫ്ലവേഴ്സ് ആയിരിക്കും അല്ലേ? റെഡ് ഫ്ലവർ ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫീനോടൈപ്പ്, റെഡ് ഫ്ലവർ. Okay, then B question, illustrate the cross between F1 plant and the parent that produces white flowers. Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്രോസ് വരയ്ക്കാനാണ്. ഏത് ക്രോസ്? F1 plant എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ ആറും അതുപോലെ തന്നെ ദ പേരൻറ്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് വൈറ്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്ത പേരൻറ്റ് പ്ലാന്റ് ഏതാണ്? സ്മോൾ ആർ. അതായത് നമ്മുടെ F1 ക്യാപിറ്റൽ R സ്മോൾ ആർ വേഴ്സസ് സ്മോൾ ആറിൻ്റെ ക്രോസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. ക്യാപിറ്റൽ R സ്മോൾ ആർ ക്രോസ് സ്മോൾ ആർ. ഇതിനകത്തുനിന്ന് എങ്ങനെയായിരിക്കും ഗമീറ്റ്സ് ഉണ്ടാവുക? ഇവിടുത്തെ രണ്ട് അല്ലീലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവും അല്ലേ? രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഒരു ഗമീറ്റും ഉണ്ടാകും, സ്മോൾ r എന്ന് പറയുന്ന ഒരു ഗമീറ്റും ഉണ്ടാവും. ഇവിടെ രണ്ട് അല്ലീലും ഒരേപോലെ ആയതുകൊണ്ട് ഒരൊറ്റ ടൈപ്പ് ഗമീറ്റേ ഉണ്ടാവുള്ളൂ. ഇനി ഇവരെ ഫ്യൂസ് ചെയ്യുമ്പം F2 ജനറേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ വരും അല്ലേ? ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്ന ഒരു ഓഫ് സ്പ്രിങ്ങും സ്മോൾ ആർ എന്ന് പറയുന്നതും വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്താണ്? ഇതെന്ന് പറയുന്നത് റെഡ് ഫ്ലവർ ആയിരിക്കും. ഇത് റെഡ് ഫ്ലവർ ആണ്, ഇതോ വൈറ്റ് ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് ക്രോസ് ചെയ്യുക. ഇതുപോലെയുള്ള ക്രോസുകൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഇല്ലുസ്ട്രേറ്റ് ദ ക്രോസ് ബിറ്റ്വീൻ F1 പ്ലാന്റ് ആൻഡ് ദ പേരൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് വൈറ്റ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ക്വസ്റ്റ്യനകത്ത് എന്താണ് ഇവിടെ? ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ വിചാരിക്കുക F1-ൻ്റെ സെൽഫ് പോളിനേഷൻ ആണെന്നാ, F1 ക്രോസ് F1 എന്നാ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. F1-ഉം പേരൻറ്റ് പ്ലാന്റും തമ്മിലുള്ള ക്രോസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും നമ്മുടെ ജനറ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വെൻ എ ടോൾ പ്ലാന്റ് പ്രൊഡ്യൂസിങ് റൗണ്ട് സീഡ് വാസ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ് പ്രൊഡ്യൂസിങ് റിങ്കിൾഡ് സീഡ്. The genotype of the first generation obtained was T small t, capital R small r. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ടോൾ പ്ലാന്റ് പ്രൊഡ്യൂസിങ് റൗണ്ട് സീഡ്. ടോൾ പ്ലാന്റ് എന്ന് പറയുമ്പം ക്യാപിറ്റൽ ടി ആയിരിക്കും. റൗണ്ട് സീഡ് എന്ന് പറയുമ്പം ക്യാപിറ്റൽ ആർ ആയിരിക്കും അല്ലേ? വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ടി ആയിരിക്കും. പ്ലാന്റ് പ്രൊഡ്യൂസിങ് റിങ്കിൾഡ് സീഡ് എന്ന് പറയുമ്പം സ്മോൾ ആർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്രോസ് സ്മോൾ ടി സ്മോൾ ആർ. ഇവിടെ ഗമീറ്റ് വരുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറും സ്മോൾ ടി സ്മോൾ ആറും. F1-ൽ എങ്ങനെയായിരിക്കും വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഗമീറ്റ്സ് ആർ ലൈക്ലി ടു ബി പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് പ്ലാന്റ് ഈസ് സെൽഫ് പോളിനേറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് F1 കിട്ടി. ഓക്കെ, F1 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, വിച്ച് ഗമീറ്റ്സ് ആർ ലൈക്ലി ടു ബി പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് പ്ലാന്റ് ഈസ് സെൽഫ് പോളിനേറ്റഡ്. നമ്മൾ ഈ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാകുന്ന ഗമീറ്റ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗമീറ്റ്സ് എഴുതാനാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ഗമീറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഈ ഒരു പ്ലാന്റിൽ നിന്ന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഗമീറ്റ് ഉണ്ടാവും. പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ടാവും അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഓക്കെ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഗമീറ്റ് ഉണ്ടാവും. ഇങ്ങനെ 4 ടൈപ്പ് ഗമീറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, 4 ടൈപ്പ് ഗമീറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ദെൻ ബി ക്വസ്റ്റ്യൻ,
which phenotypes appear in the second generation that are different from parent organism. Okay, parent organismത്തിൽ ഇല്ലാത്ത ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും F2 ജനറേഷനിൽ കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. F2 ജനറേഷനിൽ കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരൻസ് എന്തൊക്കെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ അല്ലേ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡുമാണ്. റിങ്കിൾഡ് സീഡ്. ഓക്കെ, ഇത് ഒരു പേരന്റ്, ഇത് സെക്കൻഡ് പേരന്റ്. ഇനി പേരൻസ് അല്ലാതെ ഫോം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, അതൊരു കോമ്പിനേഷൻ വരാം. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ, അപ്പം F2 ജനറേഷനിൽ ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയും പേരെ നമുക്ക് F2 കിട്ടും. ഒന്ന് ടോൾ റൗണ്ടും ഡ്വാർഫ് റിങ്കിൾഡും, അത് രണ്ടും എന്താണ്, പേരന്റിന്റെ ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. പിന്നെ പേരൻസിൽ അല്ലെങ്കിൽ F1 ജനറേഷനിൽ കാണാത്ത പുതിയതായിട്ട് വന്നത് ഏതൊക്കെയാണ്, ടോൾ റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടും ആണ്. ഇത് റീകോമ്പിനൻസ് ആണ്, ഇത് പേരന്റൽസും ഇത് റീകോമ്പിനൻസും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്യാരക്ടേഴ്സ് എഴുതാനായിട്ടും ചോദിക്കും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, then next question again നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചോളുക, ആ പോർഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചോളുക. ആ പോർഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഈസ്, ഇവിടെ എയും ബിയും ലേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയും ബിയും ലേബിൾ ചെയ്തിട്ടുണ്ട്. ഹൗ ഈസ് ദ മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിൽ മോളിക്യൂൾ എ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് എ എന്താണ് ബി എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ, എ എന്താണ് ബി എന്താണ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. എ എന്താണ് ബി എന്താണ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. എ എന്താണ് ബി എന്താണെന്നുള്ള കാര്യം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. എ എന്താണ്? എ എന്ന് പറയുന്നത് mRNA ആണ് അല്ലേ? എ എന്ന് പറയുന്നത് mRNA ആണ്. എന്തുകൊണ്ട് mRNA എന്ന് പറയാൻ കാര്യം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ഇത് ന്യൂക്ലിയർ മെമ്പറൈൻ ആണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA-യിൽ നിന്ന് ഫോം ചെയ്യുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ് അല്ലേ, അതെന്താണത്, അത് mRNA ആണ്. ഓക്കെ, അത് mRNA ആണ്. ദെൻ ബി എന്താണ്, ബി കാണിച്ചിരിക്കുന്നത് ഇങ്ങോട്ടാണ് ലേബലിംഗ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബി എന്താണ്, പ്രോട്ടീൻ ആണ്. ബി എന്താണ്, പ്രോട്ടീൻ ആണ്. എ mRNA ആണ്, ബി എന്താണ്, പ്രോട്ടീൻ ആണ്. ഓക്കെ, ഹൗ ഇസ് ദ മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്. മോളിക്യൂൾ എ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ത്രൂ ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. കുറേ എൻസൈംസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. mRNA ഉണ്ടാകുമ്പോൾ mRNA എന്താ ക്യാരി ചെയ്യുന്നത്, അവരെന്താ DNA-യിലുള്ള ഇൻഫോർമേഷൻ ആണ് അല്ലേ, നമ്മുടെ DNA-യിൽ പ്രോട്ടീൻ സിന്തസിസിനുള്ള ഇൻഫോർമേഷനെയാണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, DNA-യിലുള്ള ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA ആൻഡ് rRNA ഇൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾ ബി. ബി എന്താണ്, പ്രോട്ടീൻ ആണ് അല്ലേ. ബി ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രോട്ടീൻ ആണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനെ നമ്മൾ പറയുന്ന പേരെന്താ, ട്രാൻസ്ലേഷൻ. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA ആൻഡ് rRNA ഇൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾ ബി. അപ്പം മോളിക്യൂൾ ബി അതായത് പ്രോട്ടീൻ സിന്തസിസിൽ tRNA-യുടെയും rRNA-യുടെയും ഫംഗ്ഷൻ എന്താണെന്ന്, റോൾ എന്താണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ tRNA എന്താ ചെയ്യുക,
tRNAയുടെ ഫംഗ്ഷൻ എന്താ? tRNA or ട്രാൻസ്ഫർ RNA അവരെന്താ ചെയ്യുക? they carry amino acids for protein synthesis. ഈ പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമിനോ ആസിഡ്സിനെ യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് tRNA. സ്പെസിഫിക് ആയിട്ടുള്ള ആ കോഡോൺ റീഡ് ചെയ്തിട്ട് അല്ലേ, ഓരോ കോഡോൺ ഉണ്ട്, ആ കോഡോണിന് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ tRNA എന്ന് പറയുന്നത്. ആൻഡ് RRNA എന്ന് പറയുമ്പോൾ റൈബോസോമിൽ കാണുന്ന RNA ആണ് അല്ലേ, RRNA റൈബോസോമൽ RNA ആണ്. ആൻഡ് അവരെന്താ ചെയ്യുക? ഈ അമിനോ ആസിഡ്സിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഫോർമേഷൻ, ഇതിപ്പോൾ ഒരു അമിനോ ആസിഡ് ആണ്, ഓക്കെ, ഇതൊരു അമിനോ ആസിഡാണ്, ഇത് അമിനോ ആസിഡാണ്, ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് ഇങ്ങനെ വെറുതെ നിന്നാൽ പ്രോട്ടീൻ ആവോ? ഇല്ല, അമിനോ ആസിഡ്സിനെ ചേർത്ത് വെക്കണം. ഓക്കെ, അമിനോ ആസിഡ്സിനെ ഇങ്ങനെ ചേർത്ത് വെക്കണം, ഓരോ ബോണ്ട് വെച്ച് ചേർത്ത് വെക്കണം. അപ്പോൾ ഈ ഓരോ അമിനോ ആസിഡിൻ്റെ ഇടയിലും എന്താണ് അവരെ ചേർത്ത് വെക്കാൻ വേണ്ടി ഈ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ RRNA എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ റൈബോസോം. ആൻഡ് അതിൽ ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഓക്കെ, ദെൻ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെൻസേഷൻ്റെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Question എന്താ? The different layers of cells in the retina are given as indicators. Write the function of each cell. അപ്പോൾ നമ്മുടെ റെറ്റിനയിലെ റെറ്റിനയിലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ്, 3 ലെയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവരുടെ ഫംഗ്ഷൻ എഴുതണം, അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിൻ്റെ ഫംഗ്ഷനും കറക്റ്റായിട്ട് എഴുതിയാൽ ഓരോ മാർക്ക് വെച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടും? ടോട്ടൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ റെറ്റിനയിൽ വരുന്ന 3 ലെയേഴ്സ്? ഏതാണ്? ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, ബൈപോളാർ സെൽസിൻ്റെ ഒരു ലെയർ ഉണ്ട്, ദെൻ ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇമേജ് കാണാം. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇതാണ് നമ്മുടെ റെറ്റിനേനെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ റെറ്റിനയിൽ വരുന്ന 3 ലെയേഴ്സ്? ഏതൊക്കെയാണ്? ഗാംഗ്ലിയോൺ സെൽ ലെയർ, ബൈപോളാർ സെൽ ലെയർ ആൻഡ് ഫോട്ടോ റിസപ്റ്റർ ലെയർ. ഓക്കെ, ഫോട്ടോ റിസപ്റ്റർ ലെയറിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡ് സെൽസും കോൺ സെൽസും കാണുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്താ എഴുതേണ്ടത്? അവരുടെ ഫങ്ഷൻസാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട് അല്ലേ, ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവരുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് എഴുതാം. ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് റോഡ് സെല്ലും കോൺ സെല്ലും കൂടുതലായിട്ട് കാണുന്നത്, അവിടെ കാണുന്നത് ഈ ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സിലായിരിക്കും. ദെൻ എന്താണ്? The corn cells provide vision in intense light and also help in recognizing colors. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ബൈപോളാർ സെൽ ലെയർ അവരെന്താ ചെയ്യുക? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ഗാംഗ്ലിയോൺ. ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് എന്താണ് ഗാംഗ്ലിയോണിലേക്ക് ആ ഒരു ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബൈപോളാർ സെൽ ലെയർ എന്ന് പറയുന്നത്. ദെൻ ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉണ്ട്, അവരെന്താ ചെയ്യുക? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ബൈപോളാർ സെൽ ടു ഒപ്റ്റിക് നെർവ്. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. അവിടെ നമ്മുടെ റെറ്റിനയിലെ കാര്യം മാത്രമല്ല, നമ്മുടെ 3 ലെയേഴ്സും, ഐയുടെ 3 ലെയേഴ്സും അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്സും പറയുന്നതാണ്. ഈ ഒരു ടേബിൾ ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 3 ലെയേഴ്സ്, നമ്മുടെ ഐയുടെ 3 ലെയേഴ്സാണ് സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള പാർട്സ്, അവരുടെ ഫങ്ഷൻസ്. അപ്പം ആ ഒരു ടേബിൾ പഠിച്ചിട്ട് എക്സാമിന് പോവുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് നമ്മുടെ സെൻസേഷൻ്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ കോക്ലിയ വിച്ച് ഇസ് ദ പാർട്ട് ഓഫ് ഇന്നർ ഇയർ ഈസ് ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോക്ലിയയുടെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ കോക്ലിയ വിച്ച് ഇസ് ദ പാർട്ട് ഓഫ് ഇന്നർ ഇയർ ഈസ് ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വിച്ച് ഫ്ലൂയിഡ് ഫിൽസ് ദ അപ്പർ ആൻഡ് ലോവർ ചേംബേഴ്സ്. അപ്പർ ചേംബറിലും ഇതാണ് അപ്പർ ചേംബർ ആൻഡ് ഇതാണ് ലോവർ ചേംബർ. അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫ്ലൂയിഡ്? അപ്പർ ലെയറിലും അതുപോലെ തന്നെ ലോവർ ലെയറിലും കാണുന്നത് ഏത് ഫ്ലൂയിഡാണ്? ദാറ്റ് ഈസ് ഏത് ഫ്ലൂയിഡാ? പെരിലിംഫ് ആണ് അല്ലേ, പെരിലിംഫ് ആണ്.
പെരിലിംഫ് ആണ്. ഓക്കെ, അപ്പർ ചേംബറിലും അതുപോലെ തന്നെ ലോവർ ചേംബറിലും കാണുന്നത് പെരിലിംഫ് ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്ട് ലേബിൾഡ് എക്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിയറിംഗ് പ്രോസസ്. ഓക്കെ, ഇവിടെ ഇപ്പം എക്സ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന പോർഷൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. എന്താണ് എക്സ്? എന്താ എക്സ് ഈസ് ഓർഗൻ ഓഫ് കോർട്ടി അല്ലേ, ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി ആണ്, ഓർഗൻ ഓഫ് കോർട്ടി. ഓക്കെ, ദെൻ അവരെങ്ങനെയാണ് ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ എഴുതണം. ഓക്കെ, അതിൻ്റെ റോളും കൂടി എഴുതണം. നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കോക്ലിയയുടെ ഒരു പടം എന്ന് പറയുന്നത്. സോ അതിന് 3 ചേംബേഴ്സ് ആണുള്ളത്. ഒരു അപ്പർ ചേംബർ ഉണ്ട്, പിന്നെ ഒരു മിഡിൽ ചേംബർ ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ചേംബർ ഉണ്ട്. അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും കാണുന്ന ഫ്ലൂയിഡ് ഏതാണ്? പെരിലിംഫ് ആണ്. ദെൻ മിഡിൽ ചേംബറിൽ കാണുന്നതാണ് നമ്മുടെ എൻഡോലിംഫ് എന്ന് പറയും. ആൻഡ് ഈ മിഡിൽ ചേംബറിൻ്റെയും അതുപോലെ തന്നെ ലോവർ ചേംബറിൻ്റെയും ഇടയ്ക്ക് ഒരാളുണ്ട്, അതാണ് നമ്മുടെ ബേസിലാർ മെംബ്രെയിൻ. ഓക്കെ, ബേസിലാർ മെംബ്രെയിൻ. അതുപോലെ തന്നെ ഇവിടെ തന്നെ കാണുന്ന ഒരു പോർഷനാണ് നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ആൻഡ് ഈ അപ്പർ ചേംബറിൻ്റെ ബിഗിനിങ്ങിൽ കാണുന്നതാണ് ആരെന്ന് പറയുന്നത്? ഓവൽ വിൻഡോ. അപ്പോൾ നമ്മളോട് എഴുതാൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ദ അപ്പർ ആൻഡ് ലോവർ ചേംബേഴ്സ് ഫിൽഡ് the organ of corti where the auditory receptors are present is situated in the basilar membrane between middle and lower chambers. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ചേംബറിൻ്റെയും ലോവർ ചേംബറിൻ്റെയും ഇടയിൽ കാണുന്ന ബേസിലാർ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? നമ്പർ ഓഫ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് അല്ലേ, ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് അവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദെൻ ദ വൈബ്രേഷൻസ് ദാറ്റ് റീച്ച് ദ ഹെയർ present there generate impulses. These impulses reach the brain through auditory nerve. ഓക്കെ, അപ്പം ഓർഗൻ ഓഫ് കോർട്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളത് ഓർഗൻ ഓഫ് കോർട്ടിയുടെ അവിടെയാണെന്ന് ഓർക്കുക. ദെൻ ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണെന്നും കൂടി ഓർത്ത് വെക്കുക. Then next question, നോക്കിക്കേ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് ആൻസർ ഏതാണ്, കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സീറോതാൽമിയ ആർ ഐ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ സീറോതാൽമിയായും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഐ ഡിസീസസ് അല്ലേ, നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ സീറോതാൽമിയായും എന്താണ്? ഐ ഡിസീസസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സീറോതാൽമിയായും രണ്ടും ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. സോ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. Statement true. Prolonged deficiency of vitamin A causes night blindness. Night blindness കാരണം prolonged deficiency of vitamin A ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഓക്കെ, prolonged deficiency of vitamin A കാരണം ഉണ്ടാകുന്നത് സീറോതാൽമിയ, അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ല. ഡ്യൂ ടു ദ prolonged deficiency of vitamin A, അതിന് കാരണം സീറോതാൽമിയാണ് അതിന് കാരണം. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ് ആണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ് അല്ലേ. ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരിക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക, ഐ ഡിസീസസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക. ഓക്കെ, then next question നോക്കിക്കേ. Observe the illustration showing the muscles that control the size of the pupil and answer the question. Okay, observe the illustration showing muscles that control the size of pupil and answer the question. അപ്പം ഈ ഒരു ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക. then identify the muscles A and B. A മസിൽ ഏതാണ്, B മസിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ A മസിൽ ഏതാണ്, B മസിൽ ഏതാണ്?
ഏതാണ് എ മസിൽ? ഏതാണ് മസിൽ എ? എന്ന് കാണിച്ചിരിക്കുന്നത് ഈ റൗണ്ടിലുള്ളത് അല്ലേ, അത് സർക്കുലാർ മസിൽസ് ആണ്. ദെൻ ഇതാണ് റേഡിയൽ മസിൽസ്. ഓക്കെ, സോ എ എന്താണ്? എ എന്ന് പറയുന്നത് ഇത് റേഡിയൽ മസിൽസ്. ഓക്കെ, റേഡിയൽ മസിൽസ്, റേഡിയൽ മസിൽസ്. അതുപോലെ തന്നെ ബി എന്താണ്? സർക്കുലാർ മസിൽസ്, സർക്കുലാർ മസിൽസ്, റേഡിയൽ മസിൽസും സർക്കുലാർ മസിൽസും. ദെൻ ഹൗ ഡസ് ദെയർ ആക്ഷൻ ഡിഫർ ഇൻ ബ്രൈറ്റ് ആൻഡ് ഡിം ലൈറ്റ്? ഓക്കെ, ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോഴും ഡിം ലൈറ്റ് വരുമ്പോഴും അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇൻറ്റൻസ് ലൈറ്റിൽ ഓർ ബ്രൈറ്റ് ലൈറ്റിൽ എന്താണ്? സർക്കുലാർ മസിൽസ് കൺട്രാക്ട് ചെയ്യും. ഇൻറ്റൻസ് ലൈറ്റിൽ എന്താണ്? സർക്കുലാർ മസിൽസ് കൺട്രാക്ട് ചെയ്യും. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് അവർ ആ ഒരു പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയ നോക്കി വയ്ക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ RNA ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ പ്രോട്ടീൻ സിന്തസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇഫ് ദ RNA ഇൻഡിക്കേറ്റഡ് ബിക്കം ഇനാക്റ്റീവ്, വിച്ച് സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിൽ ബി അഫക്റ്റഡ് ആൻഡ് ഹൗ? ഓക്കെ, അപ്പം ഇത് നമ്മുടെ റൈബോസോം ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, റൈബോസോം ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു RNA അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന RNA ആണ് rRNA. ഓക്കെ, rRNA. അപ്പം ഇഫ് ദ RNA ഇൻഡിക്കേറ്റഡ് ബിക്കംസ് ഇനാക്റ്റീവ്, ഈ കാണുന്ന rRNA ഇനാക്റ്റീവ് ആണെങ്കിൽ വിച്ച് സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിൽ ബി അഫക്റ്റഡ്? പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഏത് സ്റ്റേജിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുക? ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ട് ഫോർമേഷനാണ് നടക്കുന്നത് അല്ലേ, റൈബോസോമിൽ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ട് ഫോർമേഷനാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ റൈബോസോമിൽ കാണുന്ന rRNA അല്ലെങ്കിൽ എന്താണ് റൈബോസോമിൽ കാണുന്ന rRNA ഇനാക്റ്റീവ് ആണെങ്കിൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവത്തില്ല. അമിനോ ആസിഡ്സിൻ്റെ ഇടയിൽ ആ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. ഓക്കെ, നടക്കില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൽസ് ഷോൺ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെൽസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദ സെൽസ്. ഇത് ഏത് സെല്ലുകളാണ് കാണിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സെൽസ്. ഇത് ഏതാണ് സെല്ലുകൾ? ഇത് കോൺസെൽസ് ആണല്ലേ, കോൺസെൽസ്. കോൺസെൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൽ ഷോൺ. കോൺസെൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്സ് സെൻസിറ്റിവിറ്റി ടു ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ്? അപ്പം നമുക്കറിയാം പല ടൈപ്പിലുള്ള കോൺസെൽസ് ഉണ്ട് അല്ലേ, പല ടൈപ്പിലുള്ള കോൺസെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്? 3 ടൈപ്പ് കോൺസെല്ലുകളെ നമുക്ക് പറയാം. എസ് ടൈപ്പ് കോൺസെൽസ് ഉണ്ട് അല്ലേ, അവർ എന്തിനോടായിരിക്കും സെൻസിറ്റീവ്? ഷോർട്ട് വേവ് ലെങ്ത് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റിനോടായിരിക്കും അവർ സെൻസിറ്റീവ്. ദെൻ സെക്കൻഡ് ടൈപ്പാണ് എം ടൈപ്പ് കോൺസെൽസ്, ഓർ അവർ മീഡിയം വേവ് ലെങ്തിനോടായിരിക്കും സെൻസിറ്റീവ്, ഓർ ഗ്രീൻ ലൈറ്റിനോടായിരിക്കും സെൻസിറ്റീവ്. ദെൻ എൽ എന്ന് പറയുന്നത് കോൺസെറ്റ് ലോങ്ങർ അല്ല, എൽ കോൺസ് ഉണ്ട്, അവരെന്താണ് ലോങ്ങർ വേവ് ലെങ്തിനോടായിരിക്കും അല്ലെങ്കിൽ റെഡ് ലൈറ്റിനോടായിരിക്കും സെൻസിറ്റീവ്. ഓക്കെ, അപ്പം ഈ ഇവരെന്താണ് പല ടൈപ്പ് 3 ടൈപ്പ് കോൺസെല്ലുകളും പല വേവ് ലെങ്തിനോടുള്ള ലൈറ്റിനോടായിരിക്കും സെൻസിറ്റീവ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കളർ വിഷൻ പോസിബിൾ ആകുന്നത്. ഇത് ഇവർ പല ഇൻറ്റൻസിറ്റിയിൽ പല പ്രപ്പോർഷനിൽ സെൻസിറ്റീവ്, പല ലൈറ്റിനോട് പല പ്രപ്പോർഷനിൽ സെൻസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് കളർ വിഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, കളർ വിഷൻ ഈസ് മെയ്ഡ് പോസിബിൾ വെൻ ദ 3 ടൈപ്സ് ഓഫ് കോൺസ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ഇൻ വേരിയിങ് പ്രപ്പോർഷൻസ് വെൻ എക്സ്പോസ്ഡ് ടു കളേർഡ് ലൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻറ്റൻസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പം എന്താണ് ഓരോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും വേവ് ലെങ്തും അനുസരിച്ച് പല പ്രപ്പോർഷനിൽ എന്താണ് അവർ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ആയതുകൊണ്ടാണ് എന്താ നമുക്ക് കളർ വിഷൻ പോസിബിൾ ആകുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ ക്രോസി എന്നുള്ളതാണ്. എ ടോൾ പർപ്പിൾ പീ പ്ലാന്റ്. ഓക്കെ, എ ടോൾ പർപ്പിൾ പീ പ്ലാന്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എ ടോൾ പർപ്പിൾ പീ പ്ലാന്റ് വാസ് ക്രോസ്ഡ് വിത്ത് എ ഷോർട്ട് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എ ടോൾ purple flowered pea plant was crossed with a short white flowered pea plant. Observe the illustration and answer the question. അപ്പോൾ നമ്മുടെ ക്രോസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ടോൾ പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവേഴ്സും ഷോർട്ട് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സും. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഗമീറ്റ്സ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് വൺ, ഫില്ലിംഗ് ദ മിസ്സിംഗ് ഗമീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗമീറ്റ്സ് എഴുതണം. അപ്പോൾ ഗമീറ്റ്സ് എങ്ങനെ എഴുതാം?
ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഗമീറ്റ്സ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ പി ആയിരിക്കും ഒരു ടൈപ്പ് ഗമീറ്റ് അല്ലേ. ആൻഡ് ഇവിടെ വരുന്നതോ ഇവിടെ സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ പി ആയിരിക്കും. ഓക്കെ, സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ പി ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, നമ്മളിപ്പോൾ ഗമീറ്റ്സ് എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഡ് ദ ഓഫ്സ്പ്രിംഗ് ഷോ എനി ട്രേറ്റ്സ് ആബ്സെന്റ് ഇൻ പേരൻസ്, എക്സ്പ്ലെയിൻ ഇറ്റ് ബേസ്ഡ് ഓൺ മെൻഡൽസ് ഹൈപ്പോത്തസിസ്. ഡിഡ് ദ ഓഫ്സ്പ്രിംഗ് ഷോ എനി ട്രേറ്റ്സ് ആബ്സെന്റ് ഇൻ പേരൻസ്, എക്സ്പ്ലെയിൻ ഇറ്റ് ബേസ്ഡ് ഓൺ ദ മെൻഡൽസ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത് രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് എഴുതി. ഇവിടെ അവർ ഫ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഓഫ്സ്പ്രിങ്ങും എഴുതി. ഓക്കെ, അപ്പം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ടോൾ പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവേഴ്സ് ആണ് അല്ലേ. ടോൾ പർപ്പിൾ ആണ്. ആൻഡ് ഇതെന്താണ്, ഡ്വാർഫ് പർപ്പിൾ ആണ്. ടോൾ പർപ്പിളും ഡ്വാർഫ് പർപ്പിളും. നമ്മുടെ പേരന്റ് എങ്ങനെയായിരുന്നു, ടോൾ പർപ്പിൾ. ഇത് പേരന്റൽ ക്യാരക്ടറാണ് അല്ലേ. ഈ പേരന്റിന്റെ അതേ ക്യാരക്ടറാണ് ഈ ഓഫ്സ്പ്രിങ്ങിന് കിട്ടിയിരിക്കുന്നത്, ടോൾ പർപ്പിൾ ഫ്ലവർ. ഓക്കെ, ഇത് ടോൾ പർപ്പിൾ. ദെൻ ഇവിടെ നോക്കിക്കേ, ഡ്വാർഫ് പർപ്പിൾ. അങ്ങനെ ഒരു പേരന്റ് ഇല്ലല്ലോ. ഇതെന്താണ്, ഷോർട്ട് വൈറ്റ് ആണ് അല്ലേ. ഷോർട്ട് വൈറ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഡ്വാർഫ് പർപ്പിൾ. ഇത് പേരന്റൽ ക്യാരക്ടർ അല്ല. ഡ്വാർഫ് പർപ്പിൾ എന്ന് പറയുന്നത് എന്തല്ല, അല്ലെങ്കിൽ ഷോർട്ട് പർപ്പിൾ എന്ന് പറയുന്നത് എന്തല്ല, അത് പേരന്റൽ ക്യാരക്ടർ അല്ല. അത് പുതിയതായിട്ട് അവിടെ വന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് അതിന് കാരണം എന്തായിരിക്കും, അതാ ചോദിച്ചിരിക്കുന്നത്. ഡിഡ് ദ ഓഫ്സ്പ്രിംഗ് ഷോ എനി ട്രേറ്റ്സ് ആബ്സെന്റ് ഇൻ പേരൻസ്, പേരൻസിൽ കാണാത്ത ഏതെങ്കിലും ഒരു ട്രേറ്റ് ഓഫ്സ്പ്രിങ്ങിൽ വന്നോ. എക്സ്പ്ലെയിൻ ഇറ്റ് ബേസ്ഡ് ഓൺ മെൻഡൽസ് ഹൈപ്പോത്തസിസ്. മെൻഡലിന്റെ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെൻഡലിന്റെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെ. ഒരു ട്രേറ്റ് മറ്റൊരു ട്രേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ട്രേറ്റ് നെക്സ്റ്റ് ജനറേഷൻ, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകാനായിട്ട് ഒരു ട്രേറ്റ് മറ്റൊരു ട്രേറ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത്, പേരൻസിൽ കാണാത്ത പുതിയ ട്രേറ്റ്സ് ഓഫ്സ്പ്രിങ്ങിലേക്ക് വരുമ്പോൾ വരുന്നത്. ഓക്കെ, ഓഫ്സ്പ്രിങ്ങിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ്ലേറ്റ് പഠിച്ച് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെൻ 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other. A pair of alleles in an organism does not influence the separation of another pair of allele. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ രണ്ട് ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണ്, ബിഹൈൻഡ് ദ സെൻസേഷനും അതുപോലെ തന്നെ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ ഏരിയാസൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒക്കെ ഏരിയാസ് നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് ഇമേജസ് വീണ്ടും മിസ്സ് പറയുകയാണ്, ഇമേജസ് നന്നായിട്ട് ഇമേജസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്താണ് നിങ്ങൾ ലേബലിങ്ങിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ്ങിന് ചോദിക്കാം. അപ്പോൾ എല്ലാ ഇമേജസും നോക്കി വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്കൊരു സെഷനും കൂടി ഉണ്ടല്ലേ, ഒരു ലൈവും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവരും പോയി നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് നല്ല സ്കോർ മേടിക്കാനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ ഒക്കെ അടുത്ത വർഷത്തേക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാം. അഡ്മിഷൻ കറൻ്റ്ലി ഓപ്പൺ ആണ്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ വിളിച്ച് എൻക്വയറി ചെയ്യുക. ദെൻ നമ്മുടെ ഒരു വർഷത്തേക്ക് വരുന്ന ആകെ ഒരു വർഷത്തേക്ക് വരുന്ന ഫീസാണ് ഓരോ ക്ലാസ്സിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വർഷത്തേക്കാണ്, ഒരു മാസത്തേക്കല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക, തകർക്കുക. ഓക്കെ, എക്സാം നല്ല സെറ്റപ്പ് ആക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.